ജനുവരി ഫെബ്രുവരിയിലായിരുന്നു ഞങ്ങളെ കോഴ്സ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ GNM പഠിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻസ് ആ ഒരു പഠിച്ച സമയത്ത്, ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അതുവരെയുള്ള ഞങ്ങളെ സീനിയേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ GNM പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൃത്യമായിട്ട് DHS പോസ്റ്റിങ്, അതേപോലെ DME പോസ്റ്റിങ്, NHM പോസ്റ്റിങ് എല്ലാം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഞങ്ങളൊരു ബാച്ച് ഇറങ്ങിയ സമയത്ത് എന്ന് പറയുമ്പോൾ ആ പോസ്റ്റിങ് എല്ലാ കാര്യങ്ങളും എടുത്തൊഴിവാക്കി. അവർക്ക് എന്ന് പറയുന്നത് അന്നത്തെ ഗവൺമെന്റ് സ്റ്റാഫ് വാങ്ങുന്ന ബേസിക് സാലറിയിൽ നമ്മൾ GNM പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പോസ്റ്റിംഗ് കിട്ടും, DHS പോസ്റ്റിംഗ് കിട്ടും, DME പോസ്റ്റിംഗ് കിട്ടും, അതേപോലെ NHMന് ഡയറക്ട്ലി നമ്മൾ KGS ഉള്ള യൂണിയനൊക്കെ വഴി പെട്ടെന്ന് പോസ്റ്റിംഗ് ആയി കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമ്മളെ പഠിച്ചിറങ്ങുന്ന റാങ്കിന്റെ ബേസിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാനും ഒരു തെറ്റില്ലാത്ത മാർക്കോട് കൂടിയൊക്കെയാണ് GNM പഠിച്ച് പാസ്സായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി ചെല്ലുമ്പോൾ നമ്മൾ എന്താ കരുതുന്നത്, പെട്ടെന്ന് എന്തായാലും പോസ്റ്റിംഗ് ആയി കിട്ടും, പോസ്റ്റിംഗ് നമുക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, ഇതേപോലെ നമുക്കൊന്നും പേടിക്കാനില്ല. കാരണം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും പേടിക്കാനില്ല. കാരണം ബേസിക് സാലറി 2020 28,500 നമ്മളെ കയ്യിൽ കിട്ടുക മാസം. ഞങ്ങൾ സീനിയേഴ്സിനൊക്കെ അതുപോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമ്മളെ റാങ്കിന്റെ ബേസിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് വരിക. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇറങ്ങിയ ആ ഒരു സമയത്താണ് ആ ഒരു സംഭവം എല്ലാം അതുവരെ വന്നിട്ടുള്ള എല്ലാ മീൻസ് ആ ഒരു പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കി. NHM എന്നുള്ള പോസ്റ്റിംഗ് പോലും, NHM ആണ് അന്ന് സാലറി കുറവാണ്, അന്ന് 17-18 എന്താണ് സാലറി. ആ ഒരു സമയത്ത് അതും എടുത്ത് ഒഴിവാക്കി. അവർ പറഞ്ഞു GNM ആണെന്നുണ്ടെങ്കിൽ GNM വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അത് കഴിഞ്ഞ് നമ്മളൊരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞാലേ മാത്രമേ ടെമ്പററി പോസ്റ്റിംഗ് കിട്ടുള്ളൂ. DHS എന്നുള്ള ഒരു ടെമ്പററി പോസ്റ്റിംഗ് ഉള്ള സമ്പ്രദായം അവർ പാടെ എടുത്തൊഴിവാക്കി. അപ്പോൾ നമുക്ക് എന്താണ് കോഴ്സ് കഴിഞ്ഞ സമയത്ത് എന്തായി, ആകെ കട്ട പോസ്റ്റായി, വേറെ ഒന്നും നമുക്കൊന്നും ചിന്തിക്കാനില്ല. പിന്നെ നമ്മൾ ഗവൺമെന്റിൽ അധികം ആൾക്കാരും ഇതിൽ കൂടുതലുള്ള ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലുള്ളവരാവുമെന്ന് കരുതുന്നു, അല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർക്ക് അറിയാം, നമ്മൾ ആ ഒരു കൺസെപ്റ്റിലായിരിക്കും പഠിച്ചു വന്നിട്ടുണ്ടാവുക. പോസ്റ്റിംഗ് എന്തായാലും കിട്ടും, വേറെ ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ അത് ഇല്ല എന്നുള്ള ആ മാർഗം നമുക്ക് പെട്ടെന്ന് അങ്ങ് ബ്ലോക്ക് ആയപ്പോൾ ആകെ നമ്മൾ ഡൗൺ ആയി. പിന്നെ നമ്മൾ അടുത്ത ആശ്രയിക്കുക എന്താ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയാണ് ആശ്രയിക്കുക. അങ്ങനെ നമ്മൾ GNM സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പോഴും നമ്മൾ കരുതുന്നത് എന്താ, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാണ്, അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, നമ്മൾ സർട്ടിഫിക്കറ്റ് ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമുക്ക് പോസ്റ്റിംഗ് കിട്ടും. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് GNM അല്ലേ, നിങ്ങൾ എന്തായാലും ഇവിടെ സർട്ടിഫിക്കറ്റും ബയോഡാറ്റയും നിങ്ങൾ ഇവിടെ തന്നോളൂ, ഞങ്ങൾ വേക്കൻസി വരുമ്പോൾ വിളിക്കാം. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബേബിയിൽ പോയി, ആശ്രമിംസിൽ പോയി, ക്യാൻസർ സെന്ററിൽ പോയി, അങ്ങനെ കോഴിക്കോട് പോപ്പുലർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പോയ സമയത്തൊക്കെ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയുള്ള റീപ്ലൈ ഇതേപോലെയാണ്. പിന്നെ GNM അല്ലേ, GNM-നാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സാലറി, BSc ആണെങ്കിൽ സെപ്പറേറ്റ് സാലറി. പിന്നെ ആ ഒരു വേർതിരിവ്, കാരണം ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വേർതിരിവും കാര്യങ്ങളൊന്നുമില്ല. പേഷ്യന്റ് അസൈൻമെന്റ് ഉണ്ട്, നമ്മൾ അതേ ജോലി നമ്മൾ എടുക്കണം, അവരെടുക്കുന്ന അതേ നൈറ്റും കാര്യങ്ങളും എല്ലാം ഡ്യൂട്ടി എല്ലാം നമ്മൾ എടുക്കണം. പക്ഷെ എന്താണ്, അവിടെ ഒരു വേർതിരിവ് വന്നു. അങ്ങനെ തൽക്കാലം അവിടെ ഒന്നും നോക്കണ്ട, തൽക്കാലം ഇനി വേറെ എന്തെങ്കിലും ക്ലിനിക്ക് എന്തെങ്കിലും നോക്കാം, കാരണം അത്രയും പണി വരുന്നുണ്ട്, സാലറിയും കുറവാണ്. അത് ഇപ്പൊ ഈ അടുത്താണ് നമുക്കറിയാം, മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ 20,000 സാലറി ആക്കിയത്. അന്ന് പ്രൈവറ്റിൽ അതും തരില്ല. നമ്മൾ GNM ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സാലറിയും തരില്ല. ഒരു 8,000 8,000 രൂപയൊക്കെയാണ് നമുക്ക് മാസം സാലറി തരിക. കാരണം ഈ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം എടുക്കണം. അന്നൊക്കെ നൈറ്റ് ഡ്യൂട്ടിയും കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഇത്ര റേഷ്യോ ആ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. തിരക്കുള്ള ഹോസ്പിറ്റലൊക്കെ ആണ് നമ്മൾ ശരിക്കും ലോക്കായി. അപ്പോ നമുക്ക് ആകെ ഒരു ഇതായി, എന്തായാലും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും നോക്കാം, ക്ലിനിക്കിൽ എന്തെങ്കിലും പോവാം, എന്നിട്ട് വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് വേറെ എന്തെങ്കിലും ഇതൊക്കെ നോക്കാം. നഴ്സിംഗ് ഒന്നാമത് ബോയ്സിന് പൊതുവെ എന്തായിരിക്കും, നഴ്സിംഗ് എന്നുള്ള ഒരു കോഴ്സ് എടുത്ത് വലിയ താല്പര്യത്തോടെ ആയിരിക്കില്ല അധികം ആരും വന്നിട്ടുണ്ടാവുക. എന്തെങ്കിലും ഒരു ജോലി പെട്ടെന്ന് റെഡി ആയി കിട്ടും, പിന്നെ സാഹചര്യം കൊണ്ടൊക്കെ ഗവൺമെന്റ് ആ ഒരു കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അങ്ങനെ വന്നതായിരിക്കും. ഞാനൊക്കെ അങ്ങനെയാണ്, ഒരിക്കലും നഴ്സിംഗ് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക് വന്ന ആളല്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും, പിന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കിട്ടി, ആ ഒരു ബേസിൽ കൺസെപ്റ്റിലാണ് വന്നത്. പക്ഷെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ആകെ നമുക്ക് ഒന്നും ഇല്ലാത്ത പോലെ ഒരു അവസ്ഥയായി. അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ 2020 കോവിഡ് വന്നത്. അങ്ങനെ കോവിഡ് ഡ്യൂട്ടിക്ക് വേണ്ടി വിളിച്ചു. ഫസ്റ്റ് വിളിച്ചിരുന്നത് മലപ്പുറമായിരുന്നു, മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. കാരണം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ അന്ന് കോവിഡ് ഡ്യൂട്ടി ഒന്നുമില്ലാതെ നിൽക്കല്ലേ, കുറേ കാലമായിട്ട് എനിക്ക് അത് കോമ്പൻസേഷനും അധികം ഉണ്ടായിരുന്നില്ല, കുറച്ച് കുറവായിരുന്നു. പിന്നെ കുറെ കാലമായിട്ട് കട്ട പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്, വേറെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അന്ന് ഇങ്ങനെ പോസ്റ്റ് ബേസിക് അതിനെക്കുറിച്ചൊന്നും ആരും വല്ലാതെ ഒന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. മീൻസ് വലിയ താല്പര്യം, ഇനി അങ്ങോട്ട് പഠിക്കുക, 3 വർഷം കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് പഠിച്ച് ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കോവിഡ് ഡ്യൂട്ടിക്ക് വേണ്ടി ഞങ്ങൾ ജോയിൻ ചെയ്തു. അവിടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയ സമയത്താണ് പോസ്റ്റ് ബേസിക്കിന്റെ എൻട്രൻസ് വന്നത്.
അങ്ങനെ ജൂലൈ ആഗസ്റ്റ് ആ ഒരു ജൂലൈ സമയമായപ്പോഴാണ് എൻട്രൻസ് വന്നത്. അങ്ങനെ എൻട്രൻസ് എഴുതി, ഞാനും ഫ്രണ്ട്സും കൂടി ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി. എല്ലാവരും പറഞ്ഞപ്പോൾ മീൻസ് കാരണം നമുക്ക് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്ക് വന്നൊരു എക്സാം അല്ലേ, അതിന് മുമ്പ് ഒരു DHS എക്സാം വന്നിരുന്നു. പക്ഷെ അത് ഏജിന്റെ പ്രശ്നം കാരണം എഴുതാൻ പറ്റിയില്ല. നമ്മൾ ആ ഒരു എക്സാം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഏജ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയ സമയത്ത് ഞങ്ങളെ ബാച്ചിലുള്ള ഒരുപാട് പേർക്ക് ആ ഒരു ഏജ് കംപ്ലീറ്റ് ആയിരുന്നില്ല. അങ്ങനെ അത് പറഞ്ഞിട്ട് PSC എക്സാം ഞങ്ങൾക്ക് ഓൾറെഡി ക്യാൻസൽ ആയി പോയി. അങ്ങനെ അതിനുശേഷം വന്ന എക്സാമാണ് പോസ്റ്റ് ബേസിക് എൻട്രൻസ്. അപ്പോൾ ഒരു എൻട്രൻസ് എങ്ങനെയാന്നുള്ള രീതിയിലൊക്കെ എഴുതാം. കാര്യമായിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ PSC എഴുതാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റിൽ ഞങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു രണ്ട് സാറുമാരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോസ്റ്റ് ബേസിക് എൻട്രൻസ് എഴുതിയത്. പക്ഷെ അത് എഴുതി കഴിഞ്ഞപ്പോൾ കിട്ടി, പോസ്റ്റ് ബേസിക് കിട്ടി. പക്ഷെ എന്നിട്ടും പോകണമെന്നുണ്ടായില്ല. പിന്നെ എൻ്റെ കൂടെ GNM എന്നെ പഠിച്ചിട്ടുള്ള 2-3 ഫ്രണ്ട്സിന് ഒരുമിച്ച് കിട്ടിയപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി എന്തായാലും പോവാം, കുഴപ്പമൊന്നുമില്ല, നോക്കാം. എന്തായാലും വേറെ ഇപ്പോൾ മുമ്പോട്ട് എന്തായാലും ഒന്നുമില്ല. കോവിഡ് കഴിയുന്നതോടുകൂടി ആ ഡ്യൂട്ടിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പ്രൈവറ്റിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അല്ലെങ്കിൽ NHM 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് NHMന്റെ എക്സാം എഴുതാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് മുന്നോട്ട് ഒന്നും നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്താക്കി, എൻട്രൻസ് എന്തായാലും പോസ്റ്റ് ബേസിക് എൻട്രൻസ് കിട്ടിയപ്പോൾ അതിന് പോയി. അങ്ങനെ ഞങ്ങൾ ജോയിൻ ചെയ്ത് എറണാകുളം മെഡിക്കൽ കോളേജിൽ. അന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ, ട്രിവാൻഡ്രത്തും എറണാകുളത്തും മാത്രമാണ്. അതിൽ തന്നെ സർവീസും നോൺ സർവീസും 2 സീറ്റ് ഉണ്ട്. അതിൽ നോൺ സർവീസ് അങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെ 40-30 ടോട്ടൽ 70 സീറ്റായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളെ ക്ലാസ്സിലുള്ള കുറെ പേർക്ക് അതിൽ കിട്ടി. അങ്ങനെ കുറെ ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ കോഴ്സ് ചെയ്തു. പക്ഷെ കോഴ്സിന് പോയപ്പോഴും പഠിക്കാനൊന്നും വലിയൊരിതൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നെ അവിടെ പോയ സമയത്ത് നമുക്കൊരു കോളേജ് ലൈഫ്, നമ്മൾ GNM കുറച്ചുകൂടി ഒരു സ്ട്രെസ്ഡ് ആയിരുന്നു നമ്മൾ ഡ്യൂട്ടി ഒരു ഇത്. പക്ഷെ ആ ഒരു പോസ്റ്റ് ബേസിങ്ങിനൊക്കെ പോയ സമയത്ത് നമ്മൾ ഫുള്ളി ഫ്രീ ആയി. പിന്നെ അപ്പോഴത്തേക്കും കോഡിന്റെ സെക്കൻഡ് സൈക്കിൾ വന്നു. പിന്നെ ഫുൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയി. അതും വലിയൊരു സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അസൈൻമെന്റ് കാര്യത്തിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ആകെ നമുക്ക് ഉണ്ടായിരുന്നത് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഇയറിന്റെ എക്സാം ക്ലിയർ ചെയ്യാം. പഠിക്കാനുണ്ട്. നമ്മൾ ഈ 3 വർഷം GNM പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ 2 വർഷം കൊണ്ട് പഠിക്കണം. പക്ഷെ എന്നിരുന്നാലും ഒരു കോളേജ് ലൈഫ്, അതേമാതിരി പ്രോഗ്രാം, ഹോളിഡേയ്സ്, അതേമാതിരി ഒരു ഫ്രീഡം, അതൊക്കെ കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്തായാലും പോസ്റ്റ് ബേസിക് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ അഭിപ്രായം. പിന്നെ ആ ഒരു കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് DME അടുത്ത PSC വന്നു. കേരള PSC നമുക്ക് എന്താണ് GNM ബേസിൽ നമുക്ക് എക്സാം എഴുതാം. അങ്ങനെ 2021-22 ആ ടൈമിലാണ് DME എക്സാം വന്നത്. ആ എക്സാം എഴുതി. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എക്സാം. അതേപോലെ തന്നെ ഹോമിയോയുടെ എക്സാം വന്നു. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ഒക്കെ എക്സാം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നത്. ആ എക്സാം ഒക്കെ എഴുതിയിട്ടു. പക്ഷെ എക്സാമിന് വേണ്ടി കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തതൊന്നുമില്ല. ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഴുതി. പിന്നെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി 2023 പാസ് ഔട്ട് ആയത്. സെക്കൻഡ് സൈക്കിൾ കൂടി വന്നപ്പോൾ എക്സാമിനൊക്കെ കുറച്ച് ലാഗ് വന്നു. അങ്ങനെ 2023 കോഴ്സ് പാസ് ഔട്ട് ആയത്. അങ്ങനെ പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ കൂടുള്ള കുറെ പേർക്ക് ജോലി കിട്ടി. പക്ഷെ കാര്യമായിട്ട് കൃത്യമായിട്ടൊന്നും നമ്മൾ പ്രിപ്പയർ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ എന്തായി, ഇത് കൃത്യമായിട്ട് ചെയ്യാതിരുന്നോണ്ട് നല്ല റാങ്ക് ഒന്നും ഉണ്ടായില്ല. ഒരു 800 സംതിങ് ആയിരുന്നു റാങ്ക്. പക്ഷെ ജോലി കിട്ടും അറിയാം. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഒരു ജോലിയിലേക്ക് കയറാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ പിന്നെയും വീണ്ടും പ്രൈവറ്റിലേക്ക് പോകണം എന്നുള്ളൊരു സാഹചര്യമൊക്കെ വന്നു. പക്ഷെ പിന്നെ അപ്പോഴത്തേക്കും അടുത്ത എക്സാംസിന്റെ ഒക്കെ റിസൾട്ട് വന്നു. ഹോമിയോ വന്നപ്പോൾ ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വന്ന സമയത്ത് ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ DME വിളിച്ചു തുടങ്ങി, കൂടെ ഉള്ളവർക്ക് കിട്ടി തുടങ്ങി. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോലി എന്നുള്ള രീതിയിൽ കിട്ടിയില്ല. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒക്കെ ആയ സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതാമെന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2023 നോർസെറ്റ് എക്സാം എഴുതിയത്. 2023 നോർസെറ്റ് എക്സാം എഴുതി. നോർസെറ്റ് 5 ആണ് ഞാൻ എഴുതി. അങ്ങനെ എയിംസിന്റെ എക്സാം എഴുതി ക്ലിയർ ചെയ്തു. ഇപ്പോൾ എയിംസ് മംഗലഗിരിയിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ പോസ്റ്റ് ബേസിക് ഞാൻ ഒരിക്കലും എടുക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെ പഠിക്കണം, മുന്നോട്ട് പഠിക്കണം, അങ്ങനെ ഒന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളല്ല. പക്ഷെ അന്ന് എടുത്തതൊരു നല്ല തീരുമാനമായി എന്ന് ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്നില്ലെങ്കിൽ അന്നിപ്പോ എനിക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതെങ്കിലും ഒരു ജോലിയാണ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല, എക്സാമിനെ കുറിച്ച് ചിന്തിക്കില്ല. പിന്നെ ഞാൻ ആ ഒരു 2 വർഷം ആ കോഴ്സിന്റെ ടച്ചിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കേരള PSC, അതായത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അതേപോലെ ഹോമിയോ ആയിക്കോട്ടെ, ഇനി ആ DME ആയിക്കോട്ടെ, ആ ഒരു ചെറിയ റാങ്ക് ആണെങ്കിൽ ആ റാങ്ക് ഹോമിയോയും ഇത് നല്ല റാങ്ക് ഉണ്ടായിരുന്നു, 10ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതൊക്കെ കിട്ടാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ടച്ചിൽ ഉണ്ടായിരുന്നു. കാരണം 2 വർഷമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും എനിക്ക് തോന്നി, അത് കഴിഞ്ഞ് പോസ്റ്റ് ബേസിക് ഒരു BSc സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാം എഴുതിയത്. എന്റെ ഫസ്റ്റത്തെ എക്സാം ആയിരുന്നു സെൻട്രൽ ഗവൺമെന്റ്. അത് എഴുതി, അത് കിട്ടി.
അപ്പോ അപ്പൊ എനിക്ക് ശരിക്കും തോന്നി പോസ്റ്റ് ബേസിക് എൻട്രൻസ് എന്നുള്ളത് എഴുതിയത് അന്ന് എടുത്തത് നല്ലൊരു തീരുമാനമായി. അന്നും ശരിക്കും കാര്യമായിട്ട് നമുക്കൊന്നും അങ്ങനെ ആരും പറഞ്ഞു തരാൻ ഉണ്ടായില്ല. ഇപ്പൊ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, GNM കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു എക്സാം ആകെ കേരള PSC മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതിന് പറഞ്ഞാൽ ഓൾറെഡി DHSും DMEയും DHS ഇപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എക്സാം, അതിന്റെ ലിസ്റ്റ് ഇതാ ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ. ഇനി 3 വർഷം കഴിയണം. അടുത്ത DME എക്സാം എന്ന് പറയുന്നത് ഈ ജൂലൈ ആഗസ്റ്റിലാണ് വരാൻ പോകുന്നത്. ഇനി അതും 3 വർഷം കഴിയണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇറങ്ങുന്ന സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേരള PSC എന്നുള്ള രീതിയിൽ ഒന്നും എഴുതാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എക്സാംസും എന്താണ്, മെയിൻലി എല്ലാ എക്സാംസും BSc ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ GNM വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുന്നത് മുന്നിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് പോസ്റ്റ് ബേസിക് എൻട്രൻസ് എഴുതുക എന്നുള്ളത്. ഓൾറെഡി ഇപ്പോൾ 70 സീറ്റ് കറന്റ് ഉണ്ട്. അന്നത്തെ സമയമായിരുന്നുണ്ടെങ്കിൽ അതിൽ സർവീസ് നോൺ സർവീസ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിരുന്നു. അന്ന് സർവീസുകാർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് ഗവൺമെന്റ് സാലറിയോട് കൂടിയാണ് പഠിക്കാനുള്ള അവസരം കൊടുത്തത്. ഇപ്പോൾ സാലറി എടുത്ത് ഒഴിവാക്കി, അവര് സാലറി ഇല്ലാതെ വേണം പഠിക്കാൻ. അപ്പോൾ അവരുടെ ആ ഒരു കുത്തൊഴുക്കവും നിന്നു. അവർ വരുന്നത് വളരെ കുറവാണ്, ഒരു ബാച്ചിൽ 3-4 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്ക് 70 സീറ്റിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് മത്സരിക്കാനുള്ള അവസരമുണ്ട്. ഈ വർഷം എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജ് ജോയിൻ ആവും. അപ്പോൾ ഒരു മിനിമം ഒരു 100 സീറ്റിന് എന്തായാലും നമുക്ക് നല്ലൊരു അവസരമുണ്ട്. എക്സാം എന്ന് പറയുമ്പോൾ അത്ര വലിയ ടഫുള്ള എക്സാം ഒന്നുമല്ല, കുറച്ച് ആൾക്കാരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് 1500 ആൾ ഒക്കെയാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ 100-300 ആൾക്കാരെ അതിൽ പഠിച്ചു വരുന്നവരുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു എഫേർട്ട് ഇട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എക്സാം കിട്ടും. ആകെ 100 മാർക്കിന്റെ എക്സാം ആണ്. എക്സാംസിനാണ് നെഗറ്റീവ് മാർക്കില്ല. PSC എക്സാംസ് ഒക്കെ നോർമൽ PSC ഒക്കെ എഴുതുന്നവർക്ക് അവർക്ക് അറിയുന്നുണ്ടാവും, നോർമൽ PSC ഒക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പക്ഷെ പോസ്റ്റ് ബേസിക് എക്സാമിന് എന്താണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. 100 മാർക്കും നമുക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാം. അത് ശരി, ഒരു 70-80 ഒക്കെ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പോസ്റ്റ് ബേസിക് എൻട്രൻസ് കിട്ടും. ഓൾമോസ്റ്റ് 100 സീറ്റ് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തേർഡ് ഇയർ നിങ്ങൾക്ക് എക്സാം ഫെബ്രുവരി ലാസ്റ്റ് March 1 ആയിട്ട് വരാൻ പോവാ. മാർച്ചിൽ എന്തായാലും നിങ്ങൾ എക്സാം കഴിയും. അപ്പോൾ നിങ്ങൾ നല്ല ടച്ചിൽ ഇരിക്കുന്ന ബാച്ചാണ്. മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് OBC കമ്മ്യൂണിറ്റി പോലത്തെ മെയിൻ സബ്ജക്ട് ഒക്കെ നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ ഇപ്പോൾ എന്തായാലും എക്സാമിന് വേണ്ടി എന്തായാലും പഠിക്കും. യൂഷ്വൽ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കും. അപ്പോൾ നല്ലൊരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെറിയൊരു എഫേർട്ട് ഇട്ട്, ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. മെയ്, ജൂൺ, ജൂലൈ ആ ഒരു സമയം എന്തായാലും നിങ്ങൾക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്തായാലും നല്ല സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ കോച്ചിങ് എടുക്കണം. അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ ഒരു ടൈം നിങ്ങൾ അതിന് വേണ്ടി ഒരു എഫേർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗുണമാണ്. ഇനി പുറത്തേക്ക് പോകാനുള്ളവരായിക്കോട്ടെ, നാട്ടിൽ നിൽക്കാനുള്ളവരായിക്കോട്ടെ, ആർക്കായാലും അത് എന്തായാലും നല്ലൊരു ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾ പോസ്റ്റ് ബേസിക് ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് അടുത്ത DHS എക്സാം വരും. കഴിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ തന്നെ അടുത്ത DME എക്സാം വരും. അപ്പോൾ നിങ്ങൾ ആ കോഴ്സ് 2 വർഷത്തെ കോഴ്സ് പഠിക്കുമ്പോൾ ഇൻ ടച്ചിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇറങ്ങിക്കോട്ടെ BSc ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാംസ്, കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. BSc സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ എക്സാംസും എഴുതാൻ പറ്റും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കുന്നവരായിക്കോട്ടെ, അവർക്കാണെങ്കിലും GNM ഇപ്പൊ ആർക്കും വേണ്ട. എല്ലാവരും ഒരു മാറ്റി വെക്കുന്ന രീതിയാണ്. UK പോലത്തെ യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ BSc വിത്ത് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അത് ഓർത്ത് വെക്കുക. അറേബ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അവിടെയാണെങ്കിൽ സെപ്പറേറ്റ് സാലറിയാണ്. പിന്നെ ഖത്തറൊക്കെ പോലത്തുള്ള രാജ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, അവിടെയാണ് BSc വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അവിടെയൊക്കെയാണ് നല്ല സാലറിയും കാര്യങ്ങളും, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. സോ BSc എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ GNM നിങ്ങൾ കഴിഞ്ഞിറങ്ങാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എന്താണ്, നന്നായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒരു ചെറിയൊരു എഫേർട്ട്, 24 മണിക്കൂർ അതിനു വേണ്ടി പഠിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു ചെറിയ എഫേർട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബാക്കി വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മളെ മുന്നിലേക്ക് തുറന്നു വരും. ഏത് എക്സാംസും നമുക്ക് എഴുതാൻ പറ്റും. എവിടെയും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി വെക്കാം. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിന്റെ സയൻസ് കുഹാസിന്റെ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെയും നമുക്ക് കൊണ്ടുപോയി വെക്കാം. അത്രയും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് കുഹാസിന്റെ സർട്ടിഫിക്കറ്റ്. പഠിക്കാൻ കുറച്ച് പഠിക്കാനുണ്ട്. കാരണം 3 വർഷത്തെ കാര്യം നമ്മൾ 2 വർഷം കൊണ്ട് പഠിക്കുകയാണ്. ആ ഒരു ഇതുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളെ നോളജും സ്കില്ലും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഇമ്പ്രൂവ് ആവും. ശരിക്കും ഒരു BSc എന്താണെന്നുള്ളത് ശരിക്കും ആ ഒരു പോസ്റ്റ് ബേസിക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും കോളേജ് ലൈഫ് എന്താണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 3 വർഷം GNM പഠിച്ചവരാണ്. നമ്മൾ ഒരു വരുമാനം ഒന്നും ഇല്ലാതെ പഠിച്ചോ. പക്ഷെ പോസ്റ്റ് ബേസിക് ഉള്ളത് ആലോചിക്കാം. ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25,000 രൂപ ഗ്രാൻസ് കിട്ടും. സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ ഗ്രാൻസ് 25,000 രൂപ കിട്ടും. പെർ മന്ത് 8,000 റുപ്പീസ് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ TNIയുടെ മെമ്പർഷിപ്പ്, നിങ്ങൾ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് TNIയുടെ മെമ്പർഷിപ്പ് എടുക്കാം. TNIയുടെ മെമ്പർഷിപ്പ് ആയി കഴിഞ്ഞാൽ TNIയുടെ സെപ്പറേറ്റ് സ്കോളർഷിപ്പ് വേറെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മെയിൻലി ട്രിവാൻഡ്രം, എറണാകുളം, അതേപോലെ തന്നെ കോട്ടയം പ്രാവശ്യം വരും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സിമറ്റ് അർദ്ധ ഗവൺമെന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്.
മറ്റേ സിമറ്റ് മലമ്പുഴ ഉണ്ട്, സിമറ്റ് പള്ളുരുത്തി, അതേപോലെ സിമറ്റ് ട്രിവാൻഡ്രം ഉണ്ട്, കാസർഗോഡ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ബാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും ഫീസ് കുറവായിരിക്കും. അതും നമ്മൾ ഈ എൻട്രൻസ് ഫേസിൽ തന്നെയാണ് അതിന്റെ ഇത് കാര്യങ്ങളൊക്കെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ്, അതായത് ആ ഒരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിലും പോവാം. പക്ഷെ ആലോചിക്കുക, 3 ലക്ഷമൊക്കെ മീൻസ് 1 lakh പെർ ഇയർ എന്നുള്ള രീതിയിൽ ഫീ തന്നെ വരും. പിന്നെ നമ്മളെ യൂണിഫോം, നമ്മളെ ചെലവ്, ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര ലക്ഷം അതിന് വരും എന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടുന്ന രീതി, നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാനുള്ള രീതിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കൊണ്ട് നമുക്ക് ആ BSc വിത്ത് 0 കോഴ്സിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്താൽ എടുക്കാൻ പറ്റും. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഭൂരിഭാഗം പേരും ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവരാണ്, ഇൻ ടച്ചിലുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനും അതേപോലെ വന്നതുകൊണ്ടാണ്, ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, മുന്നോട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം മാക്സിമം എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, ചെറിയ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഈ പ്രാവശ്യത്തെ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക, എന്തായാലും കിട്ടും. നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ OBGയിലുള്ള ചെറിയൊരു ടോപ്പിക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, മീൻസ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ചെറിയൊരു ക്ലാസ് ആണ് ഇത്. നിങ്ങൾക്ക് ഇതിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നും ഒഴിവാക്കാനുള്ള പോയിന്റ്സ് ഇല്ല. എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ തിയറി എക്സാംസിന് വരുന്ന സമയത്ത്, OBG എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ യൂസ്ഫുൾ ആവും. സോ ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്ക്രീൻ വിസിബിൾ ആണോ? ഹലോ, സ്ക്രീൻ വിസിബിൾ ആണോ? ആണ്. ഓക്കെ, അതെ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. OBGയിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് കണ്ടിട്ട് പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. പ്രീവിയസ് ഇയർ എക്സാംസിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ. പ്രീ എക്ലാംസിയ വേണം മാത്രം എടുത്ത് ചോദിക്കാം, അതിന്റെ മാനേജ്മെന്റ് എടുത്ത് ചോദിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഹൈപ്പർടെൻസി ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൈപ്പർടെൻസി ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻസി. ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽ വെൻ ഇറ്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. അപ്പൊ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണെന്ന് നമുക്കറിയാം. നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? 120 നോർമലിൽ നിന്നും എലിവേറ്റ് ആവുന്ന ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സോ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനെ കുറിച്ചിട്ടാണ് ഹൈപ്പർടെൻസി ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻസിയിൽ പറയുന്നത്. അപ്പോൾ ഹൈപ്പർടെൻഷൻ ഇൻ പ്രഗ്നൻസി ഈസ് ഡിഫൈൻഡ് ആസ് സിസ്റ്റോളിക് BP more than 140 mm of Hg or diastolic BP more than or equal to 90 mm of Hg on 2 occasions at least 6 hours but no more than 7 days apart. അതായത് ഒരു പ്രഗ്നന്റ് മദറിനെ നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത സമയത്ത് സിസ്റ്റോളിക് BP more than 140 mm of Hg വന്നു. അതേപോലെ ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് more than 90 mm of Hg വന്നു. അതെപ്പോഴാണ്? നമ്മൾ 6 മണിക്കൂർ ഇടവിട്ട് 2 തവണ നോക്കിയപ്പോൾ 2 തവണയും more than 140/90 എന്നുള്ള രീതിയിലാണ് BP കണ്ടത്. അതെന്ന് പറയുന്നത് ഒരു വീക്കിന്റെ ഉള്ളിൽ നമ്മൾ നോക്കിയ സമയത്ത്, 6 മണിക്കൂർ ഇടവിട്ടാണ് BP നോക്കിയത്. 2 തവണ നോക്കിയ സമയത്തും ആ അമ്മയുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് more than 140/90 ആണ്. സോ ആ ഒരു ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പർടെൻഷൻ ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. സോ യൂഷ്വലി ആഫ്റ്റർ 20 weeks ഓഫ് ജസ്റ്റേഷനിലാണ് ഹൈപ്പർടെൻഷൻ ഇൻ പ്രഗ്നന്റ് ലേഡീസിൽ കാണുന്നത്. അത് പ്രഗ്നൻസിയോട് കൂടി നോർമൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡെലിവറിയോട് കൂടി ആ ഹൈപ്പർ ടെൻഷൻ റിസോൾവ് ആവുകയും ചെയ്യും. സോ ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി ഇസ് ഡിഫൈൻഡ് ആസ് സിസ്റ്റോളിക് BP more than 140/90 on 2 occasions at least 6 hours not more than 7 days apart. ഒരു 7 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ 2 തവണ നോക്കിയപ്പോഴും അമ്മയുടെ BP എന്ന് പറയുന്നത് 140/90 കൂടുതലാണ്.
അപ്പൊ എന്താണ്, അവർക്ക് ഹൈപ്പർടെൻസീവ് ഡിസോർഡർ ഉണ്ട് എന്ന് പറയാം. ഇനി ഹൈപ്പർ ടെൻഷന്റെ ടൈപ്സ് ആണ്. ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രീ എക്ലാംസി ഉണ്ട്, ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രീ എക്ലാംസി ഉണ്ട്, ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അതിൽ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഡൽട്സിൽ നോർമലായിട്ട് കാണപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ ആണ് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ ഒക്കേഴ്സ് ബിഫോർ 20 വീക്ക്, അതായത് ഈ പ്രഗ്നന്റ് ഈ അമ്മ 20 മീൻസ് ജെസ്റ്റേഷണൽ പീരീഡിന് മുമ്പ് തന്നെ, 20 വീക്കിന് മുമ്പ് തന്നെ ആ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് പ്രോട്ടീനൂറിയും കാര്യങ്ങളൊന്നുമില്ല. പ്രോട്ടീനൂറിയ മീൻസ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് യൂറിനിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുക, അതാണ് പ്രോട്ടീനൂറിയ. പ്രോട്ടീൻ ഇൻ യൂറിൻ, അതിനാണ് പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത്. പ്രോട്ടീനൂറിയും കാര്യങ്ങളൊന്നുമില്ല. 20 വീക്സ് ഓഫ് ജെസ്റ്റേഷന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. BP ഡസ് നോട്ട് കം ടു ബാക്ക് വിത്ത് 12 hours ആഫ്റ്റർ ഡെലിവറി. നോർമലി ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്താണ്, 12 മണിക്കൂർ, അമ്മ ഡെലിവറി ആയി 12 മണിക്കൂർ ശേഷം നോർമൽ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ അത് റിസോൾവ് ആവും. പക്ഷേ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ റിസോൾവ് ആവില്ല. അവർ കൃത്യമായിട്ട് ലോങ് ടേം ആയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ. അടുത്തത് എന്ന് പറയുന്നത് പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് റൈസ് ഓഫ് BP ആഫ്റ്റർ 20th വീക്ക് ഓഫ് ജെസ്റ്റേഷൻ. ഒരു അമ്മ പ്രഗ്നന്റ് ആയതിനു ശേഷം, ഒരു ലേഡി പ്രഗ്നന്റ് ആയതിനു ശേഷം 20 വീക്കിന് ശേഷം അവർക്ക് BP എലിവേറ്റ് ആവാണ്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കാണാണ്, വിത്ത് പ്രോട്ടീനൂറിയ അതുപോലെ തന്നെ എഡിമ. ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, എഡിമ, ആ ഒരു ഫീച്ചേഴ്സ് കാണിക്കുന്ന കണ്ടീഷനാണ് പ്രീ എക്ലാംസിയ. ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ ആൻഡ് എഡിമ. അതുപോലെ തന്നെ BP കം ബാക്ക് ടു നോർമൽ വിത്തിൻ 12 hours ഓഫ് ഡെലിവറി. പ്രീ എക്ലാംസിയയിൽ ആസ് യൂഷ്വൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിസോൾവ് ആവും. അടുത്തത് എന്ന് പറയുന്നത് ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ. മൂന്നാമത്തെ ടൈപ്പാണ് ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ 20 വീക്ക് ഓഫ് ജെസ്റ്റേഷൻ. പേര് പോലെ തന്നെ ജെസ്റ്റേഷണൽ പീരീഡിലാണ്, അതായത് 20 ആഴ്ച പ്രഗ്നന്റ് ആയി 20ാമത്തെ ജെസ്റ്റേഷണൽ വീക്കിനൊക്കെ ശേഷം കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ് ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ. ഇവിടെ പ്രോട്ടീനൂറിയ ഉണ്ടാവില്ല, എഡിമ ഉണ്ടാവില്ല. സോ 3 ടൈപ്പ് ഹൈപ്പർ ടെൻഷൻ ആണ്: ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസിയ. ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അവർ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, അവർ പ്രോട്ടീനൂറിയും കാര്യങ്ങളൊന്നും ഇല്ല, ഡെലിവറിക്ക് ശേഷം എന്താണ് റിസോൾവ് ആവുന്നില്ല, അവർക്ക് പിന്നെയും ഹൈപ്പർ ടെൻഷൻ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ആവുന്ന സമയത്ത് ഹൈപ്പർ ടെൻഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ 20 വീക്ക് ഓഫ് ജെസ്റ്റേഷൻ. ഒരു പ്രഗ്നന്റ് ലേഡി യൂഷ്വലി 20 വീക്കിന് ശേഷമാണ് അവരിൽ ഈ ഹൈപ്പർ ടെൻഷൻ കാണപ്പെടുക. അവരിൽ പ്രോട്ടീനൂറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എഡിമയും ഉണ്ടാവില്ല, പക്ഷേ ഡെലിവറിക്ക് ശേഷം അത് റിസോൾവ് ആവും. പ്രീ എക്ലാംസി ആയിക്കോട്ടെ, അതിലെന്ന് പറയുമ്പോൾ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ 20 വീക്കിന് ശേഷമാണ് അപ്പിയർ ചെയ്യുക. പ്രോട്ടീനൂറിയ ഉണ്ടാവും, എഡിമ ഉണ്ടാവും. ഈ പ്രീ എക്ലാംസിയയിലുള്ള ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അമ്മ ഡെലിവറി കഴിഞ്ഞ് 12 hours ശേഷം അത് റിസോൾവ് ആവും. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ടൈപ്പ്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് പ്രീ എക്ലാംസിയനെയും എക്ലാംസിയനെയും കുറിച്ചിട്ടാണ്. പ്രീ എക്ലാംസിയ ആൻഡ് എക്ലാംസിയ. എക്ലാംസിയ എന്ന് പറയുന്ന സമയത്ത് പ്രീ എക്ലാംസിയ വിത്ത് സീഷർ, അതായത് പ്രീ എക്ലാംസിയയുടെ ഒരു സിവിയർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് എക്ലാംസിയ എന്ന് പറയുന്നത്. പ്രീ എക്ലാംസിയ എന്നുള്ള കണ്ടീഷന്റെ എക്സ്ട്രീം വേർഷൻ ആണ് എക്ലാംസിയ. പ്രീ എക്ലാംസിയയുടെ കൂടെ ആ പേഷ്യന്റ് സീഷർ വരികയാണ്. പ്രീ എക്ലാംസിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, എഡിമയുണ്ട്, പ്രോട്ടീനൂറിയ ഉണ്ട്. ആ ഒരു ഹൈപ്പർ ടെൻഷൻ കാരണം പേഷ്യന്റ് കൃത്യമായിട്ട് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വരുന്നില്ല, സെറിബ്രൽ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ അനോക്സിയ വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബ്രെയിൻ എന്ത് കാണിക്കും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആണ് സീഷർ എന്ന് പറയുന്നത്. അനോക്സിയ, സെറിബ്രൽ ഹൈപ്പോക്സിയ അല്ലെ അനോക്സിയ കാരണം പ്രീ എക്ലാംസിയ ഉള്ള പേഷ്യന്റ് സീഷർ വരികയാണ്. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എക്ലാംസിയ. പ്രീ എക്ലാംസിയുടെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് പ്രീ എക്ലാംസിയ വിത്ത് സീഷർ എന്ന് പറയുന്നതാണ് എക്ലാംസിയ. അതുപോലെ ഒരു ഹൈപ്പർ ടെൻഷൻ ആണ് ട്രാൻസിയന്റ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർടെൻസീവ് ഡിസോർഡർ വിത്തൗട്ട് പ്രീ എക്ലാംസിയ മീൻസ് പ്രോട്ടീനൂറി എഡിമയും കാര്യങ്ങളൊന്നുമില്ല, ഹൈപ്പർ ടെൻഷൻ കാണുകയാണെന്ന്. അത് നോർമൽ ആഫ്റ്റർ 12 വീക്സ് ഓഫ് ഡെലിവറി. ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷന്റെ ഒരു ടൈപ്പ് ആണ് ട്രാൻസിയന്റ് ഹൈപ്പർ ടെൻഷൻ. സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ട്രാൻസിയന്റ് ഹൈപ്പർ ടെൻഷൻ. എക്ലാംസിയ എന്ന് പറയുമ്പോൾ പ്രീ എക്ലാംസിയ വിത്ത് സീഷർ, പ്രീ എക്ലാംസിയയുടെ എക്സ്ട്രീം വേർഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയ എന്ന് പറയുമ്പോൾ BP മോർ ദാൻ 140/90 ഓഫ് mm of Hg വിത്ത് പ്രോട്ടീനൂറിയ ആൻഡ് എഡിമ. ഇറ്റ് അപ്പിയേഴ്സ് ആഫ്റ്റർ 20 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ. ഇതിനെയാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, BP മോർ ദാൻ 140/90 വിത്ത് പ്രോട്ടീനൂറിയ ആൻഡ് എഡിമ ഈസ് യൂഷ്വലി ഒക്കേഴ്സ് ആഫ്റ്റർ 20 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ. ഡെഫിനിഷൻ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ.
BP more than 140/90 of mm of Hg with proteinuria and edema. It occurs usually after in pregnant ladies, 20 weeks of gestation and resolves by delivery. BP more than 140/90 ആയിരിക്കും, പ്രോട്ടീനൂറിയ ഉണ്ടാവും, എഡിമ ഉണ്ടാവും, 20 വീക്ക് ഓഫ് ജസ്റ്റേഷന് ശേഷമാണ് കാണാം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രീ എക്ലാംസിയയിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്. ഈ മൂന്ന് ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, എഡിമ കൂടെ വേറെ എന്തെങ്കിലും വൊമിറ്റിങ്ങോ നോസിയോ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ വന്നിട്ട് ചോദിക്കും. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രീ എക്ലാംസിയന്റെ സൈന്, ഇതിൽ ഏതാണ് പ്രീ എക്ലാംസിയന്റെ സൈൻ അല്ലാത്തത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. സോ ഓർത്ത് വെക്കുക, ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, എഡിമ ഇത് അപ്പിയർ ആവുന്നത് 20 വീക്സ് ഓഫ് ജസ്റ്റേഷൻ. 20 വീക്ക് എന്നുള്ളത് മാറിപ്പോരുത്. ഇനി പ്രീ എക്ലാംസി ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പ്രീ എക്ലാംസി ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് പ്രൈമി ഗ്രാവിഡ, അതായത് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി, അതാണ് പ്രൈമി ഗ്രാവിഡ. പ്രൈമി ഗ്രാവിഡയിൽ പ്രീ എക്ലാംസി ഉണ്ടാവാനുള്ള ചാൻസ് റിസ്ക് കൂടുതലാണ്. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവരുടെ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഫാമിലിയിൽ അമ്മയ്ക്കോ മീൻസ് അമ്മയുടെ അമ്മയ്ക്കോ ഒക്കെ എന്താണ് പ്രീവിയസ് ആയിട്ട് പ്രീ എക്ലാംസി ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രീ എക്ലാംസിയ ഈ പ്രൈമി ഗ്രാവിഡയ്ക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലാസന്റൽ അബ്നോർമാലിറ്റീസ്, ഈ ജസ്റ്റേഷണൽ ടൈമിൽ ഇവർക്ക് എന്തെങ്കിലും പ്ലാസന്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ടും ഇവർക്ക് പ്രീ എക്ലാംസിയ വരാം. പിന്നെ ഒബേസിറ്റി അല്ലെങ്കിൽ BMI കൂടുക അല്ലെങ്കിൽ ഒബേസിറ്റി, ഇതും പ്രീ എക്ലാംസി ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടറാണ്. പ്രൈമി ഗ്രാവിഡ, ഫാമിലി ഹിസ്റ്ററി, പ്ലാസന്റൽ അബ്നോർമാലിറ്റീസ്, ഒബേസിറ്റി, അതേപോലെ ഒരു ഡിസീസ് കണ്ടീഷനാണ് ത്രോംബോഫിലിയ, അതായത് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് ത്രോംബോഫിലിയ എന്ന് പറയുന്നത്. ത്രോംബോഫിലിയ എന്നുള്ള ഡിസീസ് കണ്ടീഷനും പ്രീ എക്ലാംസിന്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. സോ നമ്മൾ ഒരു ടോപ്പിക്കാണ് പ്രീ എക്ലാംസി എന്നുള്ള ടോപ്പിക്കാണ് നമ്മളോട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡെഫിനിഷൻ എഴുതണം, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എഴുതണം, അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എഴുതണം, അതിന്റെ പാത്തോഫിസിയോളജി എഴുതണം, മാനേജ്മെന്റ് എഴുതണം. ആ ഒരു ഓർഡറിലാണ് നമ്മൾ പോകേണ്ടത്. സോ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പോയിന്റ്സ് ഒന്നും നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. പ്രീ എക്ലാംസി നമ്മൾ പറഞ്ഞു, ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, എഡിമ ഒക്കർ ചെയ്യുന്നത് 20 വീക്ക് ഓഫ് ജസ്റ്റേഷന് ശേഷമാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമി ഗ്രാവിഡ, ഫാമിലി ഹിസ്റ്ററി, പ്ലാസന്റൽ അബ്നോർമാലിറ്റീസ്, ഒബേസിറ്റി ആൻഡ് ത്രോംബോഫീലിയ. ത്രോംബോഫീലിയ എന്ന് പറയുന്നത് കൊയാഗുലേഷൻ ഡിസോർഡർ ആണ്. എക്സസ് ആയിട്ട് നമ്മളെ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് ത്രോംബോഫീലിയ. ഇനി ഈ പ്രീ എക്ലാംസിയിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രീ എക്ലാംസിയിലുള്ള 2 ടൈപ്പ് ഓഫ് പ്രീ എക്ലാംസിയ ആണ്, മൈൽഡ് പ്രീ എക്ലാംസിയ ആൻഡ് സിവിയർ പ്രീ എക്ലാംസിയ. മൈൽഡ് പ്രീ എക്ലാംസിയ ആൻഡ് സിവിയർ പ്രീ എക്ലാംസിയ. മൈൽഡ് പ്രീ എക്ലാംസിയൽ എന്ന് പറയുമ്പോൾ BP എന്ന് പറയുന്നത് 140/90 mmHg ടു 160/110, 140/90 160/110 ഇടയിലായിരിക്കും BP. മൈൽഡ് പ്രോട്ടീനൂറിയ ആയിരിക്കും ഉണ്ടാവുക. സിവിയർ ആയിട്ടുള്ള പ്രോട്ടീൻ ലോസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 1 gram വരെയൊക്കെയുള്ള പ്രോട്ടീൻ ലോസ്, 1 gram പെർ ഡേ എന്നുള്ള രീതിയിലായിരിക്കും പ്രോട്ടീൻ ലോസ് ആവുക. യൂറിനിൽ പ്രോട്ടീൻ ലോസ് ആവുന്നതിന് പറയുന്നതാണ് പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത്. സോ മൈൽഡ് പ്രോട്ടീനൂറിയ ആയിരിക്കും. പിറ്റിംഗ് എഡിമ 1+ ആയിരിക്കും. ചെറിയ രീതിയിലുള്ള ഒരു എഡിമയൊക്കെ പേഷ്യന്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനെ മൈൽഡ് പ്രീ എക്ലാംസിയ എന്നാണ് പറയാ. പേഷ്യന്റ് BP എന്ന് പറയുന്നത് 140/90 160/110 ഇടയിലാണ്. മൈൽഡ് പ്രോട്ടീനൂറിയ മാത്രമേ ഉള്ളൂ. ഒരു 1 gram ഒക്കെ ഡെയിലി പ്രോട്ടീൻ ലോസ് ഉള്ളൂ, അല്ലെങ്കിൽ പ്രോട്ടീൻ പ്ലസ് 1+ ആണ് കാണിക്കുന്നത്. പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത് ഒരു 1+ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മൈൽഡ് പ്രീ എക്ലാംസിയ. അതെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ നോർമലി ഡയറ്റും സാൾട്ടൊക്കെ ആഡ് ചെയ്ത് നമ്മൾ നോർമലായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഡയറ്റും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക, കൃത്യമായിട്ട് ആന്റി ഹൈപ്പർടെൻസീവ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈൽഡ് പ്രീ എക്ലാംസിയനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. സിവിയർ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന സമയത്ത് BP എന്ന് പറയുന്നത് മോർ ദാൻ 160/110 ഓഫ് mmHg ആയിരിക്കും. BP എന്ന് പറയുന്നത് സിവിയർ അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. 150, 110, 140, 90 എല്ലാ ഓപ്ഷനിലും ഉണ്ടാവും. സോ സിവിയർ പ്രീ എക്ലാംസിയന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിക്കും. ഇതിലെന്ന് പറയുമ്പോൾ 160/110 mmHg. പ്രോട്ടീൻ എന്നുള്ളത് 3+ ആയിരിക്കും. സിവിയർ പ്രോട്ടീനൂറിയ ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5 gram പെർ ഡേ, 5 gram പ്രോട്ടീൻ ഒക്കെ യൂറിൻ വഴി നമ്മളെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടും. എഡിമ എന്ന് പറയുന്നത് 3+, നല്ല സിവിയർ ആയിട്ടുള്ള എഡിമ, പൾമണറി എഡിമ വരെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കാം. സിവിയർ എഡിമ വന്നിട്ട് ബോഡിയിൽ എക്സസ് ആയിട്ട് ഫ്ലൂയിഡ് റിട്ടൈൻ ചെയ്തിട്ട് നമ്മളെ ബോഡിയിൽ ഫ്ലൂയിഡ് റിട്ടൈൻ ചെയ്യാൻ വേണ്ടി, ബ്ലഡ് വെസലിലൊക്കെ ഫ്ലൂയിഡ് റിട്ടൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ. ഈ ആൽബുമിൻ പ്രോട്ടീൻ ലോസ് ആവുന്ന സമയത്ത് ആൽബുമിൻ കുറയാണ്. അങ്ങനെ ആൽബുമിൻ കുറഞ്ഞ എന്തുണ്ടാവും, നമ്മുടെ ബോഡിയിൽ ആകെ എഡിമ ഉണ്ടാവും. പൾമണറി എഡിമ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ സിവിയർ പ്രീ എക്ലാംസിയയിൽ വരാം. പിന്നെ ഫീറ്റൽ ഡിസ്ട്രസ് വരാം. ഒലിഗൂറിയ ലെസ് ദാൻ 400 ml ആയിരിക്കും യൂറിൻ ഔട്ട്പുട്ട്.
ഒലിഗൂറിയ എന്താ? അനൂറിയ, ഒലിഗൂറിയ, പോളിയൂറിയ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഫൗണ്ടേഷനിലൊക്കെ. യൂറിന്റെ അളവ് കുറയുക, less than 400 ml/day ആയിരിക്കും യൂറിൻ ഔട്ട്പുട്ട്, അതാണ് ഒലിഗൂറിയ. ഫീറ്റൽ ഡിസ്ട്രസ് കാണിക്കുക, 3+ സിവിയർ എഡിമ കാണിക്കുക, സിവിയർ പ്രോട്ടീനൂറിയ കാണിക്കുക, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ മോർ ദാൻ 160 110 ഓഫ് mmHg കാണിക്കുക, ഹെഡ് ഏക്കും വിഷ്വൽ പ്രോബ്ലം ഒക്കെ കാണിക്കുക, എപ്പിഗാസ്ട്രിക് പെയിൻ കാണിക്കുക. ഇതൊക്കെയാണ് സിവിയർ പ്രീക്ലാംസിയന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ അബ്ഡമൻ ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എപ്പിഗാസ്ട്രിയം എന്ന് പറയുന്ന ഏരിയ, ഇത് ഹൈപ്പോഗാസ്ട്രിയം, ഇത് ഹൈപ്പോകൺട്രാക്റ്റിൽ, ഇത് ലംബാർ റീജിയൻ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടാണ്. ഇത് ഇൻഗ്വാനൽ റീജിയൻ ആണ്. സോ ഈ ഒരു എപ്പിഗാസ്ട്രിക് ഏരിയയിൽ പെയിന് കാണിക്കുക, എപ്പിഗാസ്ട്രിക് ഏരിയയിൽ പെയിന് കാണിക്കുന്ന ടൈപ്പാണ് സിവിയർ പ്രീ എക്ലാംസിയ. എപ്പിഗാസ്ട്രിക് ഏരിയയിൽ പെയിൻ ഉണ്ടാവും. 160 110 ഓഫ് mmHg ഒക്കെ ആയിരിക്കും നമ്മളെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് സിവിയർ പ്രോട്ടീൻ ലോസ് ആയിരിക്കും, പ്രോട്ടീനൂറിയ ആയിരിക്കും. എഡിമ എന്ന് പറയുന്നത് 3+, സിവിയർ എഡിമ ഉണ്ടാവും, പൾമണറി എഡിമ വരെ കാണിക്കാം. എക്സസ് ആയിട്ട് ഹൈപ്പർ ടെൻഷൻ വന്നുകൊണ്ട് ഫീറ്റൽ ഡിസ്ട്രസ്, ഹൈപ്പർ ടെൻഷനിൽ എന്ത് വാസോ കൺസ്ട്രിക്ഷൻ ഒക്കെ വരികയാണ്, കുട്ടിക്ക് കാര്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അപ്പം എന്തുണ്ടാവും, ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ ഉണ്ടാവില്ല, ഫീറ്റൽ ഡിസ്ട്രസ് കാണിക്കാം. ഒലിഗൂറിയ, എക്സസ് ആയിട്ടുള്ള എഡിമയാണ്, ഫ്ലൂയിഡ് റിട്ടേൺ ചെയ്യാണ് പേഷ്യന്റെ ബോഡിയിൽ, അപ്പം എന്തുണ്ടാവും, യൂറിൻ ഔട്ട്പുട്ട് കുറയും. less than 400 ml ഒക്കെ ആയിരിക്കും ഡേ. പിന്നെ ഹെഡ് ഏക്ക്, സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉള്ളതുകൊണ്ട് പേഷ്യന്റ് ഹെഡ് ഏക്ക് കാണിക്കും. പിന്നെ എഡിമ എന്ന് പറയുമ്പോൾ നമ്മളെ റെറ്റിന ഉണ്ട്, നമ്മുടെ കണ്ണിലെ റെറ്റിനയ്ക്ക് എഡിമ വരും. അതുകൊണ്ടാണ് വിഷ്വൽ ഡിസ്റ്റർബൻസ്, വിഷ്വൽ പ്രോബ്ലം ഒക്കെ കാണിക്കും. സോ സിവിയർ പ്രീ എക്ലാംസിയയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിഷ്വൽ ഡിസ്റ്റർബൻസ്. ഒരിക്കലും മറന്നു പോകരുത്, നമ്മുടെ റെറ്റിനയ്ക്ക് എഡിമ വരുന്നത് കൊണ്ടാണ് വിഷ്വൽ പ്രോബ്ലം അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്റ്റർബൻസ് സിവിയർ പ്രീ എക്ലാംസിയയിൽ കാണിക്കുന്നത്. എഡിമ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ആൽബുമിൻ ആണ് ഫ്ലൂയിഡ് റിട്ടേൺ ചെയ്യാൻ സഹായിക്കുന്നത്. പ്രോട്ടീൻ പോകുന്നത് വഴി ആൽബുമിൻ എക്സസ് ആയിട്ട് നമ്മളെ ബോഡിയിൽ നിന്ന് ലോസ് ആവുകയാണ്. യൂഷ്വലി എന്തുണ്ടാവും, ബോഡിയിൽ എഡിമ ഉണ്ടാവും, പൾമണറി എഡിമ ഉണ്ടാവും, റെറ്റിനൽ എഡിമ ഉണ്ടാവും, വിഷ്വൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, പേഷ്യന്റ് യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും, ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ അല്ലെ ബ്ലഡ് പ്രഷർ മോർ ദാൻ 160 110 ആയിരിക്കും. ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ പ്രീ എക്ലാംസിയന്റെ 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്, മൈൽഡും സിവിയറും. മറന്നു പോകരുത്, ആ ഒരു റേഞ്ച് കറക്റ്റ് ഓർത്ത് വെക്കാം. 140 90 to 168 110 ആണെങ്കിൽ മൈൽഡ് ആയിരിക്കും. മോർ ദാൻ 160 110 ഒരു എക്സ്ട്രീം വേർഷൻ ആണ് പ്രീ എക്ലാംസിയ എന്ന് ഓർത്ത് വെക്കുക. സിവിയർ ആണ്, എമർജൻസി ആണ് കേട്ടോ. സിവിയർ പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് എമർജൻസി ആണ്. പേഷ്യന്റ് വിഷ്വൽ ഡിസ്റ്റർബൻസും എപ്പിഗാസ്ട്രിക് പെയിൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ആണ്. 37 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നന്റ് മദർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് LSCS കയറ്റാണ് ചെയ്യുക, സിസേറിയൻ ചെയ്യുകയാണ് ചെയ്യുക. less than 37 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റിറോയിഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കെയർ ചെയ്യുള്ളൂ. 37 വീക്കിന് ശേഷമൊക്കെയാണ് സിവിയർ പ്രീ എക്ലാംസിയയിൽ പേഷ്യന്റ് പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് LSCS ചെയ്യൂ. സിവിയർ പ്രീ എക്ലാംസി ഉള്ള പേഷ്യന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. കാരണം ഈ സിവിയർ ഉള്ളവരാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള എക്ലാംസിയയിലേക്ക് പോവുക. സീഷർ കാണിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സിവിയർ ആണ്. പിന്നെ അവർക്ക് ലെസ് സ്റ്റിമുലസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒക്കെയാണ് കൊടുക്കുക. ലൈറ്റും നോയ്സും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ലെസ് സ്റ്റിമുലന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് വേണം കൊടുക്കാം. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും സീഷർ വരാം. ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറഞ്ഞു മോർ ദാൻ 160 110 ഒക്കെയാണ്. അപ്പൊ ബ്രെയിനിന് കാര്യമായിട്ടുള്ള സപ്ലൈയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വാസോ കൺസ്ട്രക്ഷൻ ഒക്കെ വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും പേഷ്യന്റിന് സീഷർ വരാം. ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ് പ്രീ എക്ലാംസിയ, സിവിയർ പ്രീ എക്ലാംസിയ. സിവിയർ പ്രീ എക്ലാംസിയന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നതാണ് ഹെൽപ്പ് സിൻഡ്രോം. ഹെൽപ്പ് സിൻഡ്രോം എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെൽപ്പ് സിൻഡ്രോം. ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത് ഹീമോലൈസിസ് അല്ലെങ്കിൽ ഹീമോലിറ്റിക് അനീമിയ, എലിവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റൽ കൗണ്ട്. LF അല്ല, LP ആണ് ലാസ്റ്റ് ഉള്ളത്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. LP ആണ് ഹീമോലൈസിസ് അല്ലെങ്കിൽ ഹീമോലിറ്റിക് അനീമിയ, എലിവേറ്റഡ് ലിവർ എൻസൈംസ്, ലോ പ്ലേറ്റൽ കൗണ്ട്. ഹീമോലൈസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈംസ്, ലോ പ്ലേറ്റൽ കൗണ്ട് എന്നുള്ളതാണ് ഹെൽപ്പ് സിൻഡ്രോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീ എക്ലാംസിയയുടെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഓർത്ത് വെക്കുക. ഇതിൽ നിന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സിൻഡ്രോം ഉള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ എക്ലാംസിയിൽ പറഞ്ഞ പോലെ തന്നെ പേഷ്യന്റ് എന്തുണ്ടാവും, സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടാവും, പിന്നെ സ്വെല്ലിംഗ്
ടോട്ടലി എഡിമ ഉണ്ടാവും, എഡിമ സ്വെല്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പേഷ്യന്റിന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും. RBC, പേഷ്യന്റിന്റെ RBC ഒക്കെ എക്സസ് ആയിട്ട് ഡിസ്ട്രക്ട് ആവാൻ തുടങ്ങും. അങ്ങനെ പേഷ്യന്റ് അനീമിയയിലേക്ക് പോകും. അതാണ് ഹീമോലൈസിസ് അല്ലെങ്കിൽ ഹീമോലിറ്റിക് അനീമിയാണ് ഹെൽപ്പ് സിൻഡ്രത്തിൽ ഉണ്ടാവുക. ഹെഡ് ഏക്ക് ഉണ്ടാവാം, സ്വെല്ലിംഗ് ഉണ്ടാവാം, എക്സസ് ആയിട്ട് RBC ഡിസ്ട്രക്ട് ആയിട്ട് പേഷ്യന്റിന് അനീമിയയിലേക്ക് പോവാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. അതിനെ പറയുന്നത് എന്താണ്? ത്രോംബോസൈറ്റോപീനിയ, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടാവാം. റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ, കാരണം ലിവറിനെ ബാധിക്കുന്നുണ്ട്. ലിവറിനെ ബാധിച്ചിട്ട് ALT, AST പോലത്തെ എൻസൈംസ് ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ലിവറിനെ ബാധിക്കുന്നതുകൊണ്ട് പേഷ്യന്റ് എന്തുണ്ടാവും? റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ ഉണ്ടാവും. സോ ഹെൽപ്പ് സിൻഡ്രത്തിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ഹെഡ് ഏക്ക് ഉണ്ടാവാം, സ്വെല്ലിംഗ് ഉണ്ടാവാം, എഡിമ ഉണ്ടാവാം, ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാവാം, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അല്ലെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ വന്ന എന്താ സംഭവിക്കുക? ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ ഒക്കെ കാണിക്കും നമ്മുടെ ബോഡിയിൽ. പെറ്റക്ക, പർപ്പുറ റാഷസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. മെഡിസർച്ച് ഒക്കെ പഠിച്ചപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ത്രോംബോസൈറ്റോപീനിയ അല്ലെങ്കിൽ ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വന്നാൽ എന്താ? പേഷ്യന്റ് പെട്ടെന്ന് ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കാണിക്കും. പിന്നെ ലിവർ ഫംഗ്ഷൻസ്, ലിവർ എൻസൈംസ് ഒക്കെ കൂടുതലായിരിക്കും. ലിവർ എൻസൈംസ് എന്ന് പറയുന്നത് ALT, ALT ആൻഡ് AST ഒക്കെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കും. സോ ഓർത്ത് വെക്കുക, പ്രീ എക്ലാംസിയ സിവിയർ ആയിട്ട് വന്നിട്ടുള്ള സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻ ആണ് ഹെൽപ്പ് സിൻഡ്രോം. അതിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ആണ് ഹെൽപ്പ് സിൻഡ്രോം. അടുത്തത് പ്രീ എക്ലാംസിയയ്ക്കുള്ള ഡയഗ്നോസിസ് ആണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് യൂറിൻ അനാലിസിസ്. നമ്മൾ 24 hours പേഷ്യന്റെ 24 hour യൂറിൻ കളക്ട് ചെയ്തിട്ട് അതിൽ എത്രത്തോളം പ്രോട്ടീനും ക്രിയാറ്റിനും ലോസ് ആയിട്ടുണ്ട് നോക്കും. അതാണ് യൂറിൻ അനാലിസിസ്. യൂറിൻ അനാലിസിസ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ 24 hours യൂറിനിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ എത്രത്തോളം പ്രോട്ടീനും ക്രിയാറ്റിനും നഷ്ടപ്പെട്ടിട്ടുണ്ട് നോക്കും. ഒഫ്താൽമോസ്കോപ്പി ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേഷ്യന്റിന് റെറ്റിനൽ എഡിമയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത് ഐയിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, കണ്ണിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി, വിഷ്വൽ എന്തെങ്കിലും പ്രോബ്ലംസ്, റെറ്റിനൽ ഹെമറേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒഫ്താൽമോസ്കോപ്പി ചെയ്യുന്നത്. യൂറിൻ അനാലിസിസ് എന്ന് പറയുന്നത് 24 hours പേഷ്യന്റെ യൂറിൻ നമ്മൾ കളക്ട് ചെയ്യും. അതിൽ എത്രത്തോളം പ്രോട്ടീനും ക്രിയാറ്റിനും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയും, PCR, പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ഒക്കെയാണ് നമ്മൾ അതിൽ ചെക്ക് ചെയ്യുക. ഒഫ്താൽമോസ്കോപ്പി ഐയിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒഫ്താൽമോസ്കോപ്പി ചെയ്യുന്നത്. പിന്നെ കൃത്യമായിട്ട് നമ്മൾ പേഷ്യന്റെ BP മോണിറ്റർ ചെയ്യണം. നമ്മൾ പറഞ്ഞു മൈൽഡ് ആണോ സിവിയർ ആണോ എന്ന് അറിയാൻ എന്താണ്? മൈൽഡ് ആണെങ്കിൽ 140, 90 to 160, 110 ആയിരിക്കും. സിവിയർ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 160, 110 ആയിരിക്കും. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പേഷ്യന്റ് മൈൽഡ് ആണോ സിവിയർ ആണോ. അപ്പൊ അതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ, പേഷ്യന്റിന്റെ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ MABP നമ്മൾ ചെക്ക് ചെയ്യും. MABP എന്ന് പറയുമ്പോൾ മോർ ദാൻ 105, 105 mm of Hg-ലും MABP കൂടുതലാണെങ്കിൽ പേഷ്യന്റിന് പ്രീ എക്ലാംസിയ ആണ് എന്നാണ് പറയുന്നത്. സോ MABP കാണാനുള്ള ഇക്വേഷൻ ആണ് സിസ്റ്റോളിക് BP പ്ലസ് 2 into ഡയസ്റ്റോളിക് BP ഡിവൈഡഡ് ബൈ 3. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കും. നിങ്ങളിപ്പോൾ ഈ കണ്ടീഷൻ എഴുതുന്ന സമയത്ത് എഴുതണ്ട, നമ്മൾ ആ ഒരു ഏരിയ പറഞ്ഞു എന്നേ ഉള്ളൂ. MABP അല്ലെങ്കിൽ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പ്ലസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3. പ്രീ എക്ലാംസിയ ഉള്ള പേഷ്യന്റിന് മോർ ദാൻ 105, 105 കൂടുതൽ MABP വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് പ്രീ എക്ലാംസിയ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ LFT ചെക്ക് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹെൽപ്പ് സിൻഡ്രോം ഒക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് LFT ചെക്ക് ചെയ്യുന്നത്. സിവിയർ എക്ലാംസിയ മാറി പേഷ്യന്റ് ഹെൽപ്പ് സിൻഡ്രത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? LFT ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ LFT ചെക്ക് ചെയ്യുന്ന സമയത്ത് AST, ALT ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഷ്യന്റ് ഹെൽപ്പ് സിൻഡ്രത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അടുത്തൊരു ടെസ്റ്റ് ആണ്, പ്രീ എക്ലാംസിയ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് റോൾ ഓവർ ടെസ്റ്റ്. പ്രീ എക്ലാംസിയ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് റോൾ ഓവർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രഗ്നന്റ് ലേഡി 28 week to 32 weeks നമ്മൾ പെർഫോം ചെയ്യുക.
അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് പേഷ്യന്റ് ഹൈപ്പർ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ആണോ പ്രീ എക്ലാംസിയ ഒക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 28-32 ആഴ്ചയിൽ നമ്മൾ ചെയ്തു നോക്കുന്ന ഒരു ടെസ്റ്റാണ് റോൾ ഓവർ ടെസ്റ്റ്. പ്രീ എക്ലാംസിയക്ക് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. റോൾ ഓവർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ വിച്ച് ഡിസീസ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഓർത്ത് വെക്കുക, റോൾ ഓവർ ടെസ്റ്റ് പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയയിൽ റോൾ ഓവർ ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഈ ഇമേജ് നോക്കുക. ഇമേജിൽ കാണിച്ച പോലെ പേഷ്യന്റിനെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ നമ്മൾ കിടത്തും. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടത്തിയിട്ട് പേഷ്യന്റിന്റെ BP നോക്കും. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടത്തിയിട്ട് പേഷ്യന്റ് BP നോക്കും. ആ BP നമ്മൾ ജസ്റ്റ് ചാർട്ട് ഒരു സൈഡിൽ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ കിടത്തും. എന്നിട്ട് നമ്മൾ BP ഒരു തവണ നോക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ആദ്യം ഉണ്ടായിരുന്ന BP-യേക്കാൾ 20 mm of Hg BP കൂടി. 20 mm of Hg യിലും BP ലാറ്ററൽ പൊസിഷനിൽ ഉണ്ടായിരുന്നേക്കാൾ 20 mm of Hg BP കൂടുകയാണെന്നുണ്ടെങ്കിൽ റോൾ ഓവർ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ആ പേഷ്യന്റിന് പ്രീ എക്ലാംസിയ ഉണ്ട്. സോ റോൾ ഓവർ ടെസ്റ്റ് എന്നുള്ളത് പ്രീ എക്ലാംസിയ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്താണ്, പേഷ്യന്റിനെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ ഇങ്ങനെ കിടത്തും, ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് BP നോക്കും, അത് ചാർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പേഷ്യന്റിനെ നമ്മൾ സുപ്പൈൻ നോർമൽ നമ്മൾ കിടക്കുന്ന പോലെയുള്ള പൊസിഷൻ കിടത്തും. എന്നിട്ട് എന്താക്കും, BP ഒന്നുകൂടെ നോക്കും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സുപ്പൈൻ പൊസിഷനിൽ തന്നെ കിടത്തിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കും. ഒരു 20 mm of Hg ഹൈക്ക് വന്നു പേഷ്യന്റ് BPക്ക്. അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്, പ്രീ എക്ലാംസിയ ചെയ്യും. അതാണ് റോൾ ഓവർ ടെസ്റ്റ്. ഇനി നമ്മൾ ഈ പ്രീ എക്ലാംസിയയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് മെയിൻലി ആന്റി ഹൈപ്പർടെൻസീവ്സ് ആണ്. മെയിൻ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സിവിയർ ഹൈപ്പർ ടെൻഷൻ ആവാം. 140, 190 ആയിക്കോട്ടെ. ഇനി സിവിയർ പ്രീ എക്ലാംസിയയിലാണെങ്കിൽ 160, 110 ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്തിൽ എന്തുണ്ടാവാം, സിവിയർ പ്രോബ്ലംസ് ഉണ്ടാവാം, ഫീറ്റസിനെ ബാധിക്കാം, കുട്ടിക്ക് ഡെത്ത് വരെ സംഭവിക്കാം. അമ്മയ്ക്ക് ആയിക്കോട്ടെ സ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻസ് വരാം, അമ്മയ്ക്കും ഡെത്ത് വരെ സംഭവിക്കാം. സോ ആന്റി ഹൈപ്പർടെൻസീവ്സ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ആ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യണം. സോ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്ന ആന്റി ഹൈപ്പർടെൻസീവ് ആണ് ലെബറ്റലലോൾ. ഒരു ബീറ്റ ബ്ലോക്കർ ആണ് ലെബറ്റലലോൾ. പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്ന ആന്റി ഹൈപ്പർടെൻസീവ് ആണ് ലെബറ്റലോൾ. ഇതെന്ന് പറയുന്നത് സേഫ് ആണ്, പ്രഗ്നൻസിയിൽ സേഫ് ആണ്. മറ്റുള്ള ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഒക്കെ ആണെന്നെങ്കിൽ ടെറട്ടജനിക് ആണ്. കാരണം നമ്മൾ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടീനെ അഡ്വേഴ്സ്ലി ബാധിക്കും. കുട്ടിക്ക് എന്തെങ്കിലും ഭാവിയിൽ കൺജനൈറ്റൽ അബ്നോമാലിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് വേറെ ഡ്രഗ് കൊടുക്കുമ്പോൾ. സോ ലെബറ്റലോൾ ചൂസ് ചെയ്യാനുള്ള കാരണം അതൊരു സേഫ് ആയിട്ടുള്ള ഡ്രഗ് ആണ്, ബീറ്റ ബ്ലോക്കർ ആണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാൽ ലെബറ്റലോൾ ആണ്. അത് 20 mg 200 ml NS 20 ml per hour എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുക. ഓർത്ത് വെക്കുക, സിവിയർ പ്രീ എക്ലാംസിയയിലാണെങ്കിൽ എവറി 30 മിനിറ്റിൽ നമ്മൾ ഡോസ് ഡബിൾ ചെയ്യും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 20 mm of Hg 200 ml NS 20 ml per hour എന്നുള്ള രീതിയിൽ IV ഇൻഫ്യൂഷൻ ആയിട്ടാണ് ലെബറ്റലോൾ കൊടുക്കുക. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്, ലെബറ്റലോൾ ആണ്, സേഫ് ആണ്. ബാക്കിയുള്ള ഡ്രഗുകളൊക്കെ ടെറാറ്റോജനിസിറ്റി ഉണ്ടാക്കും. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രഗ് ലെബറ്റലറോൾ. ഫസ്റ്റ് ലൈൻ ചോയ്സ് നമ്മൾ പറഞ്ഞു ലെബറ്റലോൾ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് പോലത്തെ ഡ്രഗ്സ് അധികം കൊടുക്കുക. സോ ഹൈഡ്രാലിസിൻ പോലത്തെ ഡ്രഗ്സ് കൊടുക്കാം. സോഡിയം നൈട്രോപ്രസൈഡ് പോലത്തെ വാസോ ഡയലേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ എന്താ സംഭവിക്കുക, വാസോ കൺസ്ട്രിക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് ഒക്കെ കുറയും, ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ വാസോ ഡയലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, സോഡിയം നൈട്രോപ്രസൈഡ് ഒക്കെ പോലത്തെ ഡ്രഗ്സ് കൊടുക്കും. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് അഡിക്കേറ്റ് ആവും സോഡിയം നൈട്രോപ്രസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് അംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ ഒക്കെ പോലത്തെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്താണ്, ആന്റി ഹൈപ്പർടെൻസീവ്സ് ആണ്. നമ്മൾ ലെബറ്റലോൾ കൊടുത്തിട്ട് പേഷ്യന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഒക്കെ കൊടുക്കും. പിന്നെ ആൽഫ മിഥൈൽ ഡോപ്പ പോലത്തെ ഡ്രഗ്സ് കൊടുക്കും. NTG നൈട്രോഗ്ലിസറിൻ വാസോ ഡയലേറ്റർ ആണ്, 5 mg per minute എന്നുള്ള രീതിയിലാണ് നൈട്രോഗ്ലിസറിൻ ഒക്കെ കൊടുക്കുക. പിന്നെ പ്രീ എക്ലാംസിയന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് MgSO4, മഗ്നീഷ്യം സൾഫേറ്റ്. ഒരിക്കലും പ്രീ എക്ലാംസിയ എന്നുള്ളൊരു കണ്ടീഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഡ്രഗ് ആണ് MgSO4. ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ എക്ലാംസിയ, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ എക്ലാംസിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MgSO4, മഗ്നീഷ്യം സൾഫേറ്റ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ വെച്ചാൽ CNS ഡിപ്രസന്റ് ആൻഡ് ആന്റി കൺവൾസന്റ്.
MgSO4 എന്ത് ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ CNS ഡിപ്രസന്റ് ആണ്, ആന്റി കൺവൾസന്റ് ആണ്. നമ്മളെ CNSന്റെ ആക്ടിവിറ്റി ഒക്കെ കുറയ്ക്കും, കാരണം സീഷർ ആക്ടിവിറ്റി ഒക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ ആന്റി ഹൈപ്പർടെൻസീവ്, രണ്ട് എഫക്റ്റും ഉണ്ട്. സോ എക്ലാംസിയയിൽ നമുക്ക് ഡയറക്റ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ആണ് മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ MgSO4. പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് AC ഇൻഹിബിറ്റേഴ്സ്, ഡയോററ്റിക്സ്, റിസർപ്പിൻ, ലൊറാറ്റഡിൻ പോലത്തെ ഡ്രഗ്സ് ഒക്കെ നമ്മൾ തീരെ കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് ലൈൻ നമ്മൾ പറഞ്ഞു ലെബറ്റലോൾ, അത് കഴിഞ്ഞിട്ട് ട്രീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാർഷൻ ചാനൽ ബ്ലോക്കേഴ്സ് ഒക്കെ കൊടുക്കും. എക്സാക്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ് AC ഇൻഹിബിറ്റേഴ്സ്, ഡയോററ്റിക്സ്, റിസർപ്പിൻ, ലൊറാറ്റഡിൻ പോലത്തെ ഡ്രഗ്സ് ഒക്കെ. ഇതൊക്കെ എന്ന് പറയുന്നത് ടെറാറ്റോജനിക് ആണ്, കുട്ടിക്ക് ഭാവിയിൽ കൺജനൈറ്റൽ അബ്നോമാലിറ്റീസ് ഉണ്ടാക്കും. സോ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. AC ഇൻഹിബിറ്റേഴ്സ്, ഡയോററ്റിക്സ്, റിസർപ്പിൻ, ലൊറാറ്റിൻ ഒക്കെ പോലത്തെ ഡ്രഗ്സ് മാക്സിമം നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കാറില്ല. ഇനി പ്രീ എക്ലാംസിയന്റെ മാനേജ്മെന്റ്, മെയിൻ ലൈൻ മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിനെ എപ്പോഴും നമ്മൾ ലാറ്ററൽ പൊസിഷനിലാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ സീഷർ വന്നു കഴിഞ്ഞു, പേഷ്യന്റ് നമ്മൾ എന്താ ഇമ്മീഡിയറ്റ് ആയിട്ട് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ് കൊടുക്കുക. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ് നമ്മൾ കൊടുക്കുക, കാരണം സെക്രീഷൻസ് ഒക്കെ പോയിട്ട് പേഷ്യന്റ് എന്താണ് റെസ്പിറേറ്ററി ട്രാക്ട് ഒക്കെ ഒബ്സ്ട്രക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. വായിലൊക്കെ ഒരുപാട് നുരയും പതയൊക്കെ വന്നിട്ടായിരിക്കും സീഷർ വരിക. അപ്പോൾ എന്തുണ്ടാവും, നമ്മളെ റെസ്പിറേറ്ററി ട്രാക്ട് ഒക്കെ ഒബ്സ്ട്രക്ട് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ് കൊടുക്കുക. പിന്നെ ഹെഡ് ഒക്കെ നമ്മൾ മാക്സിമം ഹെഡ് ഇഞ്ചുറി ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. പേഷ്യന്റ് ഇപ്പോൾ ബെഡിലാണെന്നുണ്ടെങ്കിൽ സൈഡ് റെയിൽസ് ഒക്കെ പൊന്തിച്ച് വെക്കണം. പേഷ്യന്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്സിജൻ 8 to 10 ലിറ്റർ പെർ, പേഷ്യന്റ് പെട്ടെന്ന് സീഷർ അടിച്ചു, എക്ലാംസി വന്നിട്ട് പേഷ്യന്റ് പെട്ടെന്ന് സീഷർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, 8 to 10 ലിറ്റർ പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കണം. ഹെഡ് ഇഞ്ചുറിന്നൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ നോർമൽ പ്രീ എക്ലാംസി ഉള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് പ്രോട്ടീനൂറിയ ഉണ്ട്, 5 gram per day എന്നുള്ള രീതിയിലൊക്കെ പ്രോട്ടീൻ നഷ്ടപ്പെടുകയാണ്. സോ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കണം. പേഷ്യന്റെ ടോട്ടൽ കലോറി എന്ന് പറയുന്നത് 1600 കിലോ കലോറി പെർ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ടോട്ടൽ കലോറി ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യണം. കാരണം പേഷ്യന്റിന് പ്രോട്ടീൻ ഒക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര ഫാറ്റീഗ്, ആക്ടിവിറ്റി ഇൻടോളറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കലോറി ഇൻടേക്ക് കൂട്ടണം. പിന്നെ കൃത്യമായിട്ട് റീനൽ ഫംഗ്ഷൻ നോക്കണം. കാരണം നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഒലിഗൂറിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് റീനൽ അബ്നോമാലിറ്റി, റീനൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കിഡ്നീനെ അഫക്ട് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ പെട്ടെന്ന് കിഡ്നീനെ അഫക്ട് ചെയ്യും. പിന്നെ ക്രിയാറ്റിൻ വാല്യൂ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ പറഞ്ഞു പ്രോട്ടീനൂറിയ, എക്സസ് ആയിട്ട് പ്രോട്ടീനും ക്രിയാറ്റിനും ഒക്കെ നഷ്ടപ്പെടുകയാണ്. സോ കിഡ്നീനെ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. സോ കൃത്യമായിട്ട് നമ്മൾ എന്താണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. പിന്നെ അമ്മയ്ക്ക് കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് കൊടുക്കുക. മെയിനായിട്ട് കൊടുക്കുന്ന കോർട്ടിക്കോ സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് ഡെക്സാമെത്തസോൺ അല്ലെങ്കിൽ ഡെക്സോണയാണ് നമ്മൾ പ്രീ എക്ലാംസി ഉള്ള മദേഴ്സിൽ കൊടുക്കുന്ന സ്റ്റിറോയിഡ്. അത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ലങ് മെച്യൂരിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പറായി ലങ് മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഒരു 37 വീക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അമ്മയ്ക്ക് LSCS ചെയ്തിട്ട് കുട്ടീനെ പുറത്തെടുക്കാം. സോ പ്രീ എക്ലാംസി ഉള്ള പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യും, കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ 37 വീക്കിലൊക്കെ നമ്മൾ പേഷ്യന്റ് LSCS കുട്ടീനെ എടുത്തു കഴിഞ്ഞാലും കുട്ടിക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. കുട്ടിക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള ലങ് മെച്യൂരിറ്റി ആയിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് ഒക്കെ പ്രീ എക്ലാംസി ഉള്ള മദേഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇഫ് പ്രഗ്നൻസി ഈസ് മോർ ദാൻ 37 വീക്ക് നമ്മൾ LSCS ചെയ്യും. ഇഫ് പ്രഗ്നൻസി ഈസ് ലെസ് ദാൻ, ആ സിമ്പിൾ ഓപ്പോസിറ്റ് ആണ്. ഇഫ് പ്രഗ്നൻസി ഈസ് ലെസ് ദാൻ 37 വീക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡെക്സാമെത്തസോൺ കൊടുത്തിട്ട് ഒരു 37 ഒക്കെ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പ്രഗ്നൻസി മോർ ദാൻ 37 വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കുട്ടീൻ്റെ ഓർഗൻസും കാര്യങ്ങളെല്ലാം ഫംഗ്ഷനിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ലെസ് ദാൻ 37 വീക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അമ്മയ്ക്ക് സ്റ്റിറോയിഡ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. ലങ് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, LSCS ചെയ്തിട്ട് കുട്ടീനെ രക്ഷിക്കാം, എത്രയും പെട്ടെന്ന് രക്ഷിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് മാനേജ്മെന്റ്. ലാറ്ററൽ പൊസിഷൻ കൊടുക്കുക. സീഷർ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്, ലാറ്ററൽ പൊസിഷൻ ആണ്, എയർവേ ക്ലിയറൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓക്സിജനേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഹെഡ് ഇഞ്ചുറി എന്നൊക്കെ ഹെഡിന് പ്രൊട്ടക്ട് ചെയ്യുക, സൈഡ് റെയിൽസ് ഒക്കെ കൊടുക്കുക, വൈറ്റൽസ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. പിന്നെ പ്രീ എക്ലാംസി ഉള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്രോട്ടീനൂറിയ ഉണ്ടാവും. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക. ഫാറ്റിക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കലോറി റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക. കിഡ്നീനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് കിഡ്നി റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുക. ഹെൽപ്പ് സെന്റർ ഒക്കെ വന്നിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് LFTയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. 37 വീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശരിക്കും യൂഷ്വലി LSCS ചെയ്യും. 37 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്
പോവും. അതേപോലെ തന്നെ ആന്റി ഹൈപ്പർടെൻസീവ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷമുള്ള മാനേജ്മെന്റ് ആണ് ഈ വരുന്നത്. പ്രീ എക്ലാംസിയ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. പ്രീ എക്ലാംസിയ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് പ്ലാസന്റൽ അബ്രഷൻ. അബ്രഷോ പ്ലാസന്റ എന്ന് പറയുന്നത് എന്താ? പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് പ്ലാസന്റ. അതായത് മീൻസ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ആസ് യൂഷ്വൽ നോർമലി എങ്ങനെ പ്ലാസന്റ റിമൂവ് ആയി പോവേണ്ടത്, പുറത്തേക്ക് വരേണ്ടത് ഒരു ബേബി ഡെലിവർ ആയതിനു ശേഷമാണ്. പക്ഷെ അതിന് മുന്നേ പ്ലാസന്റ അബ്രപ്റ്റ് ആയി പോവുകയാണ്. അതാണ് പ്ലാസന്റൽ അബ്രഷൻ. പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് പ്ലാസന്റ എന്ന് പറയുന്നതാണ് പ്ലാസന്റ അബ്രപ്ഷൻ. അത് പ്രീക്ലാംസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് അമ്മയ്ക്ക് പ്ലാസന്റൽ അബ്രപ്ഷൻ വരാം. ഓർഗൻ ഡാമേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിവർ, കിഡ്നി, ഐ, ഹാർട്ട്, ബ്രെയിന് പോലത്തെ എല്ലാ ഓർഗൻസിനെയും പ്രീക്ലാംസിയ അഫക്ട് ചെയ്യാം. അപ്പൊ അതൊരു കോംപ്ലിക്കേഷൻ ആണ്. ഹീമോസ്റ്റാറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെയിനായിട്ട് ഹെമറേജ് പോലത്തെ കണ്ടീഷൻസ് വരാം. ബ്രെയിനിന് സ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻസ്, സീഷർ വരാം. കാർഡിയോ വാസ്കുലർ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കാർഡിയക് അരിത്മിക വന്ന് ഡെത്ത് വരെ സംഭവിക്കാം. സോ പ്രീക്ലാംസിയ എന്ന് പറയുന്നത് അമ്മേനെ സിവിയർ ആയിട്ട് അഫക്ട് ചെയ്യാം. പ്ലാസന്റൽ അബ്രപ്ഷൻ വരാം, ഓർഗൻ ഡാമേജ്, ഐ, കിഡ്നി, ലിവർ, ബ്രെയിന്, ഹാർട്ട്, ഒട്ടുമിക്ക എല്ലാ പൾമറി എഡിമ വന്ന് ലങ്സ്, ഒരുവിധ എല്ലാ ഓർഗൻസും എഫക്ട് ചെയ്യും. പിന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും, സീഷർ ഉണ്ടാവും, കാർഡിയക് അരിത്മിക വന്നിട്ട് ഡെത്ത് വരെ സംഭവിക്കാം. കുട്ടിക്കാണെങ്കിലും അതേപോലെ തന്നെ ലോ ബർത്ത് വെയിറ്റ് ബേബി അല്ലെങ്കിൽ SGA, സ്മോളർ ഫോർ ജെസ്റ്റേഷണൽ ബേബി അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ബേബി എന്ന് പറയുന്നത് പ്രീക്ലാംസിയന്റെ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. കുട്ടിക്ക് കാര്യമായിട്ടുള്ള അമ്മയ്ക്ക് എന്താണ് ഹൈപ്പർ ടെൻഷൻ ആയതുകൊണ്ട് എന്തായിരിക്കും കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. കൃത്യമായിട്ട് ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കുട്ടിക്ക് കൃത്യമായിട്ട് ന്യൂട്രീഷനും ഓക്സിജനും ഒന്നും കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? ലോ ബർത്ത് വെയിറ്റ് ബേബി ആയിരിക്കും ഉണ്ടാവുക. പ്രീ ടേം ബർത്ത്, ടേം ആവുന്നതിന് മുന്നേ ഡെലിവറി സംഭവിച്ചിട്ട് പ്രീ ടേം ബർത്ത് ഉണ്ടാവാം. കുട്ടിക്ക് ഇൻട്രാ യൂട്ടൈൻ ഡെത്ത് വരെ സംഭവിക്കാം. ഹയർ റിസ്ക് ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഇൻ ലേറ്റർ ലൈഫ്. പ്രീക്ലാംസിയ ഉള്ള അമ്മയുടെ കുട്ടിക്ക് ഭാവിയിൽ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അമ്മയ്ക്കും കുട്ടിക്കുള്ള കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അമ്മയ്ക്കാണെങ്കിൽ എന്താണ് അബ്രപ്ഷൻ പ്ലാസന്റ ഉണ്ടാവാം, ഓർഗൻസ് ഒക്കെ ഡാമേജ് ഉണ്ടാവാം, കാർഡിയോ വാസ്കുലർ ഡിസീസ് ഒക്കെ വന്നിട്ട് ഡെത്ത് വരെ സംഭവിക്കാം. കുട്ടിക്കാണെങ്കിൽ ഓക്സിജൻ സപ്ലൈയും ന്യൂട്രിയൻ സപ്ലൈ ഒക്കെ കുറഞ്ഞിട്ട് ലോ ബർത്ത് വെയിറ്റ് അല്ലെങ്കിൽ സ്മോളർ ഫോർ ജെസ്റ്റേഷണൽ ബേബി ആയിട്ട് ജനിക്കാം. പ്രീടേം ആയിട്ട് കുട്ടി ജനിക്കാം, ഡെത്ത് ഉണ്ടാവാം. ഇനി ലേറ്റർ ലൈഫിൽ ചിലപ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാലും ലേറ്റർ ലൈഫിൽ ചിലപ്പോൾ എന്തുണ്ടാവാം? കാർഡിയോക് അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവാം. എക്ലാംസിയ നമ്മൾ പറഞ്ഞു, പ്രീ എക്ലാംസിയ പ്ലസ് സീഷർ ആണ് എക്ലാംസിയ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ടൈപ്പ് ഓഫ് സീഷർ ചോദിക്കും. എക്ലാംസിയയിൽ ഏത് ടൈപ്പ് ഓഫ് സീഷർ? ഒരുപാട് ടൈപ്പ്. ടോണിക് സീഷർ പഠിച്ചിട്ടുണ്ട്, ടോണിക് ക്ലോണിക് സീഷർ പഠിച്ചിട്ടുണ്ട്, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്, ഒരുപാട് ടൈപ്പ് ഓഫ് സീഷർ നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സോ എക്ലാംസിയയിൽ വരുന്ന ടൈപ്പ് ഓഫ് സീഷർ ആണ് ടോണിക് ക്ലോണിക് സീഷർ. ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബോഡി ടോട്ടലി റിജിഡ് ആവും, റിജിഡായി സ്റ്റിഫായിട്ട് നിൽക്കുന്നതാണ് ടോണിക് സ്റ്റേജ്. ക്ലോണിക് എന്ന് പറയുന്ന സമയത്ത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഇങ്ങനെ കാണിക്കും. പെട്ടെന്ന് ഫ്ലെക്സ് ചെയ്യും, മീൻസ് മസിൽസ് ഒക്കെ കൺട്രാക്ട് ആവും, റിലാക്സ് ആവും, കൺട്രാക്ട് ആവും, റിലാക്സ് ആവും. ആ ഒരു മൂവ്മെന്റ് ആണ് ക്ലോണിക് ഫേസ് എന്ന് പറയുന്നത്. സോ ടോട്ടലി ബോഡി എന്താണ് വടി പോലെ റിജിഡായി പോവുക, മുഖമൊക്കെ കോടി പോവുക, ആ ഒരു രീതിയിൽ വരുന്ന കൈൻഡ് ഓഫ് സീഷർ ആണ് ടോണിക് ക്ലോണിക് സീഷർ. സോ എക്ലാംസിയയിൽ കാണിക്കുന്ന കൈൻഡ് ഓഫ് സീഷർ ആണ് ടോണിക് ക്ലോണിക് സീഷർ. അതിന്റെ കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഹൈപ്പർ ടെൻഷൻ ആയത് കാരണം അനോക്സിയ, സെറിബ്രൽ ടിഷ്യൂ ലേക്ക് കാര്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടുന്നില്ല. ഹൈപ്പോക്സിയ അല്ലെങ്കിൽ അനോക്സിയ വന്നിട്ടാണ് സീഷർ വരുന്നത്. സീഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ആണ് കൊടുക്കുക. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ അത് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്രീഷൻസ് ഒക്കെ പുറത്തേക്ക് റൂൾ ഔട്ട് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കുന്നത്. ഓക്സിജൻ കൊടുക്കുക, ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് 8 to 10 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. പേഷ്യന്റെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുക, പേഷ്യന്റെ ഹെഡ് ഒക്കെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക, സൈഡ് റെയിൽസ് ഒക്കെ ഇട്ട് കൊടുക്കുക, ഏത് കൈൻഡ് ഓഫ് സീഷർ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. ഇത്ര മാത്രമേ നമ്മൾ സീഷറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എമർജൻസി മാനേജ്മെന്റ് ആയിട്ട് ചെയ്യാനുള്ളൂ. അതിന്റെ ശേഷമാണ് നമ്മൾ ഡ്രഗ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താ ചോദിച്ചാൽ എയർവേ ക്ലിയറൻസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത് എയർവേ ക്ലിയറൻസ്, മെയിൻ്റനൻസ് ഓഫ് എയർവേ ക്ലിയറൻസ്. നമ്മൾ എക്ലാംസിയ പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രീ എക്ലാംസിയ അല്ലെ എക്ലാംസിയ എന്നുള്ള ടേം വരുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് ഓർമ്മ വരേണ്ട ഒരു ഡ്രഗ് ആണ് MgSO4. ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ എക്ലാംസിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ MgSO4, മഗ്നീഷ്യം സൾഫേറ്റ്. MgSO4ന്റെ 2 തെറാപ്പിയാണ് IM ആയിട്ടും IV ആയിട്ടും കൊടുക്കും.
MgSO4 IM ആയിട്ടും IV ആയിട്ടും കൊടുക്കും. നമ്മൾ IM ആയിട്ടാണ് ഡ്രഗ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന റെജിമൻ ആണ് പ്രിച്ചാർഡ് റെജിമൻ. പ്രിച്ചാർഡ് റെജിമൻ 2 തരത്തിൽ നമുക്ക് കൊടുക്കാം. മഗ്നീഷ്യം സൾഫേറ്റ് IM ആയിട്ടും കൊടുക്കാം, IV ആയിട്ടും കൊടുക്കാം. IM ആയിട്ട് കൊടുക്കുന്ന റെജിമൻ ആ ഒരു രീതിക്ക് പറയുന്നതാണ് പ്രിച്ചാർഡ് റെജിമൻ. PSCക്ക് എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് പ്രിച്ചാർഡ് റെജിമൻ. പ്രിച്ചാർഡ് റെജിമനിലാണ് മോളിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്താക്കും, ലോഡിംഗ് ഡോസ് ആയിട്ട് 4 ഗ്രാം, ഈ ഒരു ഡോസ് മാത്രം നമ്മൾ IV ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് കൊടുക്കുന്ന ആ 4 ഗ്രാം മാത്രം നമ്മൾ IV ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്ട് കിട്ടണ എന്താ ചെയ്യുക, നമ്മൾ IV കൊടുക്കണം. IM ഒക്കെ അബ്സോർബ് ആയി പേഷ്യന്റിന് എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സോ പ്രിച്ചാർഡ് റെജിമനിൽ ഫസ്റ്റ് 4 ഗ്രാം നമ്മൾ എന്താണ് 3 to 5 ml എന്നുള്ള രീതിയിൽ നമ്മൾ 4 ഗ്രാം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് ഡോസ് ആയിട്ടാണ് നമ്മൾ 5 ഗ്രാം കൊടുക്കുന്നത് 4 hours. ഫസ്റ്റ് നമ്മൾ 4 ഗ്രാം IV കൊടുക്കും. പിന്നെ നമ്മൾ 10 ഗ്രാം എടുത്തിട്ട് 2 ബട്ടക്സിലായിട്ടാണ് യൂഷ്വലി കൊടുക്കുക. 10 ഗ്രാം എടുത്തിട്ട് 2 ബട്ടക്സിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് ഡോസ് ആണ് 5 ഗ്രാം 4 hours. ഫസ്റ്റ് 4 ഗ്രാം IV കൊടുക്കും. പ്രിച്ചാർഡ് റെജിമൻ എഴുതിയിട്ട് ജസ്റ്റ് അടിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് 4 ഗ്രാം IV, സെക്കൻഡ് 10 ഗ്രാം ഈച്ച് ബട്ടക്സിലായിട്ട് കൊടുക്കും. തേർഡ് ആയിട്ടാണ് 5 ഗ്രാം എവറി 4 hours. അത് മെയിൻ്റനൻസ് ഡോസ് ആണ്. അതാണ് പ്രിച്ചാർഡ് റെജിമൻ. ഇനി രണ്ടാമത്തതാണ് IV. IV വരുന്നതാണ് സുസ്പാൻ റെജിമൻ. സുസ്പാൻ റെജിമൻ, അതേപോലെ തന്നെ സിബായിസ്. സുസ്പാൻ അല്ലെങ്കിൽ സിബായിസ് ഇത് രണ്ടുമാണ് IV വരുന്നത്. IV റെജിമൻ ഏതാണെന്ന് ചോദിച്ചാൽ സുസ്പാൻ അല്ലെങ്കിൽ സിബായിസ്. ഈ നമ്മൾ ഈ കൊടുക്കുന്ന രീതിക്ക് പറയുന്ന 2 പേരാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു IM കൊടുക്കുന്ന രീതിയാണ് പ്രിച്ചാർഡ് റെജിമൻ. ആ ഒരു റെജിമൻ അണ്ടറിൽ പറയുന്നതാണ് ഫസ്റ്റ് 4 ഗ്രാം IV കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 10 ഗ്രാം 2 ബട്ടക്സിൽ വെച്ചിട്ട് കൊടുക്കുക. മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് 5 ഗ്രാം IM തന്നെ കൊടുക്കുക. ഇത് വരുന്നത് IV ആണ്, ഇത് IM ആണ്. ഇതിന്റെ ഇടയിൽ ഒരു 10 ഗ്രാം IM ആയിട്ട് 2 ബട്ടക്സിലും കൊടുക്കുന്നുണ്ട്. ഇതാണ് പ്രിച്ചാർഡ് റെജിമൻ. IV ആയിട്ട് കൊടുക്കുന്ന റെജിമൻ എന്ന് പറയുന്നതിൽ ഫുള്ളി IV ആണ്. 4 to 6 ഗ്രാം, യൂഷ്വലി 6 ഗ്രാം ആണ് കൊടുക്കുക. 50 to 20 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ലോ IV ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കും. യൂഷ്വലി 6 ഗ്രാം ആണ് എടുക്കുക. 50 to 20 മിനിറ്റ് സ്ലോ IV ഇൻഫ്യൂഷൻ ആയിട്ട് പേഷ്യന്റ് IV കൊടുക്കും. മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് ഒരു 2 ഗ്രാം 1 to 2 ഗ്രാം ഹവർലി പേഷ്യന്റ് ഇൻഫ്യൂഷൻ ഇട്ടും വെക്കും. അതാണ് സുസ്പാൻ റെജിമൻ അല്ലെങ്കിൽ സിബായിസ് റെജിമൻ. എക്സാംസിന് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. പ്രിച്ചാർഡ് റെജിമൻ ഏതിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MgSO4ന്റെ IM അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യുന്ന റെജിമൻ ആണ് പ്രിച്ചാർഡ് റെജിമൻ. സുസ്പാൻ അല്ലെങ്കിൽ സിബായിസ് റെജിമൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MgSO4ന്റെ IV അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യുന്ന റെജിമൻ ആണ് സുസ്പാൻ ആൻഡ് സിബായിസ്. മാനേജ്മെന്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല മാർക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ മഗ്നീഷ്യം കൊടുത്തു, നമ്മൾ പറഞ്ഞ പോലെ പ്രിച്ചാർഡ് റെജിമനോ അല്ലെങ്കിൽ സുസ്പാനോ അല്ലെങ്കിൽ സിബായിസ് റെജിമനോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പേഷ്യന്റിനെ അഡ്മിനിസ്റ്റർ ചെയ്തു. പേഷ്യന്റിനെ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മഗ്നീഷ്യത്തിന്റെ ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യണം. 4 to 7 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ എന്നുള്ളതാണ് നോർമൽ മഗ്നീഷ്യത്തിന്റെ ലെവല്. പക്ഷെ നമ്മൾ MgSO4 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ചില അമ്മമാരിൽ എന്തുണ്ടാവും, മഗ്നീഷ്യം കൂടി പോയിട്ട് എന്തുണ്ടാവും, മഗ്നീഷ്യം ടോക്സിസിറ്റി ഉണ്ടാവും. മഗ്നീഷ്യം ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് MgSO4 നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് കൊടുക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. സിവിയർ പ്രീ എക്ലാംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ MgSO4 കൊടുക്കല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. കൺവൽഷൻ നമുക്ക് പോക്കണം, ഹൈപ്പർ ടെൻഷനും മാറ്റണം. സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് MgSO4 കൊടുക്കണം. അപ്പൊ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പേഷ്യന്റെ സീറം മഗ്നീഷ്യം ലെവൽ മോണിറ്റർ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ മഗ്നീഷ്യം ടോക്സിസിറ്റിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നോർമലി നമ്മളെ ശരീരത്തിൽ ആസ് യൂഷ്വൽ മഗ്നീഷ്യത്തിന്റെ അളവ് നോർമലി ഉണ്ടാവും. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും വെച്ചാൽ നമ്മളെ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും, റെസ്പിറേറ്ററി റേറ്റ് കുറയും, ലെസ് ദാൻ 12 വരും. നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് 12 to 16 ബ്രസ് പെർ മിനിറ്റ് എന്നുള്ള റേഞ്ച് ആണ് വരിക. സോ മഗ്നീഷ്യം ടോക്സിസിറ്റി, മഗ്നീഷ്യം കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റെസ്പിറേറ്ററി ഡിപ്രഷൻ വരും. ലെസ് ദാൻ 12 ഒക്കെ നമ്മളെ ബ്രിത്ത് പോയിട്ട് റെസ്പിറേറ്ററി അറസ്റ്റ് വരെ സംഭവിക്കാം.
സിവിയർ സ്റ്റേജിൽ റെസ്പിറേറ്ററി അറസ്റ്റ് വരെ സംഭവിക്കാം. സോ നമ്മൾ മഗ്നീഷ്യം പോയിക്കൊണ്ടിരിക്കുന്ന പ്രിച്ചാർഡ് റെജിമെനോ സുസ്താനോ സിബായിസ് ഏതെങ്കിലും റെജിമൻ വെച്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി റേറ്റ് ആണ്. കാരണം റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പേഷ്യന്റ് എപ്പോൾ വേണമെങ്കിലും പോവാം. <12 കണ്ടു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യുക, MgSO4 അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് IV ഇൻഫ്യൂഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡോസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പേഷ്യന്റ് MgSO4 ടോക്സിസിറ്റിയിലേക്ക് പോവാം. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. CNS ഡിപ്രഷൻ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഡിപ്രഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് <30 ml/h. നോർമൽ എന്ന് പറയുന്നത് 30 ml/h ആണ് യൂറിൻ ഔട്ട്പുട്ട് എങ്കിൽ <30 ml/h എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യണം. കാര്യം പേഷ്യന്റിന് ടോക്സിസിറ്റിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്. റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ഡീപ് ടെൻഡൻ റിഫ്ലക്സ്. മഗ്നീഷ്യം ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഡീപ് ടെൻഡൻ റിഫ്ലക്സുകളൊക്കെ കുറയും. യൂഷ്വലി എക്ലാംസിയിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഡീപ് ടെൻഡൻ റിഫ്ലക്സ് ഒക്കെ കൂടുതലായിരിക്കും. കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റം ഒക്കെ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് സീഷർ ഒക്കെ പോലത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞു ഡീപ് ടെൻഡൻ റിഫ്ലക്സ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. MgSO4 നമ്മൾ എന്താണ് ആ ഒരു ആക്ടിവിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അസറ്റൈൽ കൊളൈൻ്റെ ഒക്കെ അളവ് നന്നായിട്ട് കുറയും. അസറ്റൈൽ കൊളൈൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഒക്കെ അളവ് നന്നായിട്ട് അങ്ങോട്ട് കുറയും. അപ്പൊ എന്തുണ്ടാവും, നമ്മളെ മസിലൊക്കെ അങ്ങോട്ട് റിലാക്സ് ആവും, ടെൻഡൻസ് ഒക്കെ അങ്ങോട്ട് റിലാക്സ് ആവും, ടിൻഡന്റെ റിഫ്ലക്സ് ഒക്കെ ടോട്ടലി അങ്ങോട്ട് കുറയും, നമ്മളെ റെസ്പിറേറ്ററി മസിൽസ് ഒക്കെ അങ്ങോട്ട് പാരാലിസിസ് ആവാൻ തുടങ്ങും. സോ അതുകൊണ്ടാണ് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. റെസ്പിറേറ്ററി ഡിപ്രഷൻസ് ഉണ്ടാവും, ഡീപ് ടെൻഡൻ റിഫ്ലക്സുകൾ കുറയും, CNS ഡിപ്രസ്ഡ് ആയി പോവാം, യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് <30 ml/h എന്നുള്ള രീതിയിലേക്കൊക്കെ വരാം, കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കാം. സോ മഗ്നീഷ്യം ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് MgSO4 ആണ്. പക്ഷെ കൊടുക്കുന്നതോട് കൂടി കഴിഞ്ഞിട്ടില്ല നമ്മളെ മാനേജ്മെന്റ്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, മഗ്നീഷ്യം ലെവൽ മോണിറ്റർ ചെയ്യണം. 4 to 7 എന്നുള്ള രീതിയിൽ തന്നെ കീപ്പ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന റെസ്പിറേറ്ററി റേറ്റും ഡീപ് ടെൻഡൻ റിഫ്ലക്സും യൂറിൻ ഔട്ട്പുട്ടും ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ MgSO4 കൊടുക്കുന്ന പേഷ്യന്റിന് നമ്മൾ എപ്പോഴും ബെഡ് സൈഡിൽ എന്താണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് എടുത്തു വെക്കണം. കാര്യം എന്താ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. MgSO4 കൊടുക്കുന്ന പേഷ്യന്റിന്റെ അടുത്ത് ബെഡ് സൈഡിൽ എന്തിനാ നമ്മൾ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് കീപ്പ് ചെയ്യുന്നത്? വെരി ഗുഡ്. മഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ട് ആണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. സോ മഗ്നീഷ്യം ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഇൻഫ്യൂഷൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് 1 gram IV ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ അളവ് കുറയും, മഗ്നീഷ്യത്തിന്റെ അളവ് കുറയും. സോ MgSO4ന്റെ ആന്റിഡോട്ട് ആണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. സോ അത് നമ്മൾ ബെഡ് സൈഡിൽ ക്ലീപ്പ് ചെയ്യണം. പിന്നെ ഡയസിപ്പാം കൺവൾഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയസിപ്പാം നമ്മൾ കീപ്പ് ചെയ്യണം. ചെക്കിങ് FHR എവറി 50 minutes. കുട്ടിക്ക് എന്തെങ്കിലും ഡിസ്ട്രെസ്സോ ഹൈപ്പോക്സിയോ അബ്നോമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് FHR നോക്കുകയാണ്. സോ പ്രീ എക്ലാംസി ഉള്ള അമ്മയായിക്കോട്ടെ, MgSO4 പോകുന്ന അമ്മയായിക്കോട്ടെ, എല്ലാ സ്റ്റേജിലും നമ്മൾ കൃത്യമായിട്ട് പേഷ്യന്റെ വൈറ്റൽ സയൻസ്, യൂറിൻ ഔട്ട്പുട്ട്, അതേപോലെ തന്നെ FHR എവറി 50 minutes നമ്മൾ മോണിറ്റർ ചെയ്യണം. റെസ്പിറേറ്ററി റേറ്റ് എവറി 1 hour കൃത്യമായിട്ടുള്ള ചാർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതേപോലെ പ്രോട്ടീനൂറിയ 24 hours യൂറിൻ ചാർട്ട് നമ്മുടെ കയ്യിൽ വേണം. സോ ഓർത്ത് വെക്കുക, റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ എവറി 1 hour നമ്മൾ ചെക്ക് ചെയ്യുക. യൂറിൻ ആണെന്നുണ്ടെങ്കിൽ എവറി 24 hours നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യും. അതിൽ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ആണ് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. FHR ആണെന്നുണ്ടെങ്കിൽ എവറി 15 minutes നമ്മൾ FHR ചെക്ക് ചെയ്യണം. യൂഷ്വലി പ്രീ എക്ലാംസിക്കുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഓൺ മോണിറ്ററിൽ കണക്റ്റഡ് ആയിരിക്കും. സോ കണ്ടിന്യൂസ് ആയിട്ട് BP നമ്മൾ മോണിറ്റർ ചെയ്യും. BP മോണിറ്റർ ചെയ്യണം, ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യണം, റെസ്പിറേറ്ററി ഡിപ്രഷനോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണം, FHR കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. സോ ഇത്രയൊക്കെയാണ്. സോ യൂറിൻ ഔട്ട്പുട്ട് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പേഷ്യന്റിനെ കത്തീഡ്രൈസ് ചെയ്യും. 24 hours യൂറിനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് 8 മണി തൊട്ടിട്ട് നാളെ രാവിലെ 8 മണി വരെയുള്ള യൂറിൻ ടോട്ടൽ കളക്ട് ചെയ്തിട്ട് അതിൽ എത്രത്തോളം പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട്, <400 ml ആണോ, അല്ലെങ്കിൽ ഹവർലി <30 ml/h ആണോ, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ കത്തീഡ്രൈസ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രീ എക്ലാംസിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
സോ നമ്മൾ ഇന്ന് പറഞ്ഞത് ഹൈപ്പർ ടെൻസി ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻസി ആണ്. അത് നമ്മൾ ഹൈപ്പർ ടെൻഷന്റെ ആ ഒരു സ്റ്റേജ് പറഞ്ഞു. അതിലുള്ള 3 ക്ലാസിഫിക്കേഷൻസ്. ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ അഡൽട്ടിലുള്ള ഹൈപ്പർ ടെൻഷൻ ആണ്. പ്രീ എക്ലാംസിയും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉള്ളൂ, അവിടെ പ്രോട്ടീനൂറിയ എഡിമ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ വിത്ത് പ്രോട്ടീനൂറിയ ആൻഡ് എഡിമ വരുമ്പോഴാണ് അത് പ്രീ എക്ലാംസിയ ആവുന്നത്. പ്രീ എക്ലാംസിയ വിത്ത് സീഷർ വരുമ്പോഴാണ് അത് എക്ലാംസിയ ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രീ എക്ലാംസിയന്റെ 2 ടൈപ്പ്, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് മൈൽഡും സിവിയറും നമ്മൾ പറഞ്ഞു. അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ സിവിയർ ആണ് എപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സിവിയർ പ്രീ എക്ലാംസിയ ആണ്. വിഷ്വൽ ഡിസ്റ്റർബൻസ്, അതേപോലെ തന്നെ എപ്പിഗാസ്ട്രിക് പെയിന്, BP മോർ ദാൻ 160 110, ആ ഒരു എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ അതൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്തേക്കുക. ഹെൽപ്പ് സിൻഡ്രോം റിപ്പീറ്റഡ് ആയിട്ട് ഒബ്ജക്റ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത് പ്രീ എക്ലാംസിയന്റെയും ഒരു എക്സ്ട്രീം വേർഷൻ ആണ്. നമ്മളെ ലിവറിനെ ബാധിക്കും, ഹീമോലൈസിസ് ഉണ്ടാവും, അനീമിയ ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ അല്ലെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ വന്നിട്ട് ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കാണിക്കുന്ന സിൻഡ്രം ആണ് ഹെൽപ്പ് സിൻഡ്രം നമ്മൾ പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള അതിന്റെ ക്ലാസിക് ടെസ്റ്റ് ആണ് റോൾ ഓവർ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. അതിൽ എന്താണ് ചെയ്യുന്നത്, BP എത്രയാണ്, വേരിയേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആന്റി ഹൈപ്പർടെൻസീസ്, ബെസ്റ്റ് ആന്റി ഹൈപ്പർടെൻസീസ് എന്ന് പറയുന്നത് ലെബറ്റലോൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി കൊടുക്കുന്ന നൈട്രോഗ്ലിസറിനെയും സോഡിയം നൈട്രോപ്രസോഡിനെയും കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരം ACE ഇൻഹിബിറ്റേഴ്സും ഡയോററ്റിക്സും ഒക്കെ പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ടെറാറ്റോജനിസിറ്റി, കുട്ടിക്ക് കൺജനൈറ്റൽ അബ്നോർമാലിറ്റി വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ടുള്ള മാനേജ്മെന്റ്, പ്രോട്ടീൻ റിച്ച് ഡയറ്റ് കൊടുക്കണം, കലോറി റിച്ച് ഡയറ്റ് കൊടുക്കണം. ബെസ്റ്റ് എന്ന് പറയുന്നത് ലാറ്ററൽ പൊസിഷനിൽ അമ്മേനെ എപ്പോഴും കിടത്തുന്നതാണ്. പിന്നെ സ്റ്റിറോയിഡ്സ് ലെസ് ദാൻ 37 വീക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റിറോയിഡ്സ് കീപ്പ് ചെയ്യണം. പിന്നെ ആഫ്റ്റർ 37 വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് LSCS ചെയ്തിട്ട് കുട്ടീനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുകയാണ് ചെയ്യുക. പിന്നെ കോംപ്ലിക്കേഷൻസ്, അമ്മയ്ക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും കുട്ടിക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു. എക്ലാംസിയനെ കുറിച്ച് പറഞ്ഞു. എക്ലാംസിയയിൽ ഏത് ടൈപ്പ് ഓഫ് സീഷർ ആണെന്ന് എപ്പോഴും ചോദ്യം വരും. ടോണിക് ക്ലോണിക് സീഷർ ആണെന്നുള്ളത് മറന്നു പോകരുത്. പിന്നെ മാനേജ്മെന്റ്, സീഷറിന്റെ മാനേജ്മെന്റ് തന്നെയാണ് എക്ലാംസിയയിലും വരുന്നത്. നമ്മളെ ലേബർ റൂമിലൊക്കെ നമുക്ക് അറിയുണ്ടാവും, ഡെലിവറി കഴിഞ്ഞാലും കുറച്ച് ഒരു 24 hours എക്ലാംസിയ റൂം, സെപ്പറേറ്റ് എക്ലാംസിയ റൂം ഉണ്ടാവും. അവിടെ നമ്മൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. കാരണം 50% സീഷറും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആന്റിപാർട്ടം പീരീഡിലാണ്. പക്ഷേ 20% എന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം പീരീഡിലും ഉണ്ടാവും. സോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ LSCS ഒക്കെ കഴിഞ്ഞാലും ഒരു 24 hours ഒക്കെ യൂഷ്വലി നമ്മൾ ലാബ് റൂമിലൊക്കെ ഇവരെ അമ്മമാരെ കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് തെറാപ്പി, നമ്മൾ റെജിമൻ, റിച്ചാർഡ് റെജിമൻ, സുസ്പാൻ റെജിമൻ, സിബായിസ് റെജിമൻ ഒക്കെ നമ്മൾ പറഞ്ഞു. മഗ്നീഷ്യം ടോക്സിസിറ്റി, നോർമൽ മഗ്നീഷ്യത്തിന്റെ കൗണ്ട് എത്രയാണ്, ടോക്സിസിറ്റിന്റെ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള മാനേജ്മെന്റ്, കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഒക്കെ എന്തിനാണ് കീപ്പ് ചെയ്യുന്നത്, യൂറിൻ ഔട്ട്പുട്ട് എന്തിനാണ് നോക്കുന്നത്, FHR എന്തിനാണ് നോക്കുന്നത്, റെസ്പിറേറ്ററി റേറ്റ് എന്തിനാണ് നോക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മെയിൻ ആയിട്ട് വരിക, നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ തന്നെ ധാരാളമാണ് നമ്മളെ തിയറി എക്സാമിന്. ആവശ്യത്തിലധികമുള്ള പോയിന്റ്സ് ഇതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരിക എന്താണ്, നഴ്സിംഗ് മാനേജ്മെന്റ് ആണ് വരിക. നഴ്സിംഗ് മാനേജ്മെന്റ് വരുന്ന സമയത്ത് എന്തൊക്കെയാണ്, റിസ്ക് ഫോർ യൂട്രോപ്ലാസന്റൽ ഇൻസഫിഷ്യൻസി നിങ്ങൾക്ക് പറയാം. കാരണം ഓൾറെഡി പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. സോ യൂട്രോപ്ലാസന്റൽ ഇൻസഫിഷ്യൻസി നിങ്ങൾക്ക് പറയാം. ഫ്ലൂയിഡ് വോളിയം എക്സസ് റിലേറ്റഡ് ടു പ്രോട്ടീൻ പറയാം. ഫ്ലൂയിഡ് വോളിയം എക്സസ് ഒക്കെ വരാം. അത് മൂലം എന്തുണ്ടാവാം, പൾമണറി എഡിമ ഉണ്ടാവാം. സോ റെസ്പിറേറ്ററി ഇമ്പയർമെന്റ്, അല്ലെങ്കിൽ റിസ്ക് ഫോർ ഇമ്പയർഡ് ബ്രീത്തിങ് പാറ്റേൺ, അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ്, സീഷർ, എക്ലാംസിയ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പേഷ്യന്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഫോർ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് വരാം. പ്രോട്ടീനൂറിയ കാരണം ഫ്ലൂയിഡ് വോളിയം എക്സസ് വരാം. ആക്ടിവിറ്റി ഇൻടോളറൻസ് വരാം. കാര്യം എന്താ, പ്രോട്ടീൻ എക്സസ് ആയിട്ട് നഷ്ടപ്പെട്ടു പോവാണ്. സോ ആക്ടിവിറ്റി ഇൻടോളറൻസ് വരാം. പിന്നെ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് എക്ലാംസിയ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ്, റിസ്ക് ഫോർ ഡെവലപ്പിംഗ് കോംപ്ലിക്കേഷൻസ് വരാം. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്ന നേഴ്സിംഗ് ഡയഗ്നോസിസ്. യൂട്രോപ്ലാസന്റൽ ഇൻസഫിഷ്യൻസി, ഫ്ലൂയിഡ് വോളിയം എക്സസ്, എയർവേ ക്ലിയറൻസ്, അതേപോലെ ഇമ്പയർഡ് ബ്രീത്തിങ് പാറ്റേൺ വരാം, പൾമണറി എഡിമ വരാം, ആക്ടിവിറ്റി ഇൻടോളറൻസ് വരാം, റിസ്ക് ഫോർ കോംപ്ലിക്കേഷൻസ് മെയിൻലി എക്ലാംസിയ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കോംപ്ലിക്കേഷൻസും അബ്രപ്ഷോ പ്ലാസന്റെയും ഹാർട്ടിനെ ബാധിക്കുന്നതും ലിവറിനെ ബാധിക്കുന്നതും കിഡ്നിനെ ബാധിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് എഴുതാം. സോ ക്ലിയർ ആണോ ടോപ്പിക്? അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഈ ഒരു നോട്ടൊക്കെ വെച്ചിട്ട് ഇതിന്റെ റെക്കോർഡ് വീഡിയോസും നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആയിരിക്കും, ചോദിച്ചാൽ മതി.
പിന്നെ ഈ ഒരു നോട്ട് കൃത്യമായിട്ട് നോക്കി പഠിച്ചിട്ട് എഴുതുക. ആവശ്യത്തിലുള്ള പോയിന്റ്സ് നമ്മൾ ധാരാളമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ തറവായിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഓരോ കണ്ടീഷൻ പഠിക്കുമ്പോഴും അത് എന്താണെന്ന് കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിലേക്കും ഉപകാരം ഉണ്ടാവും. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അത്രയും കഥാപ്രസംഗം നടത്തി എന്താണെന്ന് വെച്ചാൽ ഞാനും നിങ്ങളെപ്പോലെ GNM എടുത്ത് ഇപ്പോൾ BSc ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇന്നത്തെ കറണ്ട് സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷനിൽ എന്ന് പറയുമ്പോൾ എന്തായാലും BSc എന്ന് പറയുന്നത് അത്ര അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത്രയും ഞാൻ കിടന്ന് പറഞ്ഞത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, പോസ്റ്റ് ബേസിക് എന്നുള്ളൊരു കാര്യം നിങ്ങളെ എക്സാമിന് ശേഷം മതി. എക്സാമിന് ശേഷം കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. എന്തായാലും പോസ്റ്റ് ബേസിക് ചെയ്യുക. പുറത്തേക്കുള്ള മീൻസ് കർണാടക അല്ല മൈസൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇനിയിപ്പോൾ നിങ്ങൾ GNM കഴിഞ്ഞ ഉടനെ ഇനിയിപ്പോൾ ഒരുപാട് കോളുകൾ ആൾക്കാർ വിളിക്കും. പുറത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, നിങ്ങൾ എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി, ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ പോസ്റ്റ് ബേസിക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ്റ് എന്നുള്ള ഒരു കോഴ്സിന് നമുക്ക് വാല്യൂ ഇല്ല. പോസ്റ്റ് ബേസിക്കിനൊന്നും ഡിസ്റ്റൻ്റ് വാല്യൂ ഇല്ല. റെഗുലർ കോഴ്സിന് മാത്രമേ നമ്മളെ നാട്ടിൽ വാല്യൂ ഉള്ളൂ. ഡിസ്റ്റൻ്റ് എന്നുള്ളൊരു സംഭവം ഇല്ല. അതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ അറ്റൻഡൻസ് റെഗുലർ ആയിട്ട് അവിടെ കാണിച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. പക്ഷെ അതിനൊക്കെ എത്രത്തോളം എക്സ്പെൻസ് ഉണ്ട്, അതിലൊക്കെ എത്രത്തോളം ഫ്രോഡ് ഉണ്ട്, നിങ്ങൾ ന്യൂസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ നഴ്സിംഗിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഫ്രോഡ് തട്ടിപ്പ് നടക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവരൊരു ഏജന്റിന് നമ്മളെ പോലെ ഒരാളെ പോസ്റ്റ് ബേസിക് ബാച്ചിന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10,000 15,000 ഒക്കെയാണ് ഒരാളെ കയ്യിൽ നിന്നുള്ള കമ്മീഷൻ. കാരണം നമ്മൾ ഒരാളെടുത്ത് അവർക്ക് എത്ര 3 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപയാണ് ഫീസ് അവരുടെ അടുത്ത് വാങ്ങുന്നത്. അവരിപ്പോ നമ്മളെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സോ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ പഠിക്കുക. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ബേസിക് എൻട്രൻസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമറ്റ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രൈ ചെയ്യുക. ഇല്ലാന്നുണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ബേബിയോ മീൻസ് പെരിന്തൽമണ്ണ, അൽഷിഫ, EMS ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ ജില്ലയിലും ഉണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ സർട്ടിഫിക്കറ്റിനാണ് എപ്പോഴും വാല്യൂ ഉണ്ടാവുക. പുറത്തുള്ള സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു 10 ബെഡുള്ള ഹോസ്പിറ്റലാണ്, അത് വെച്ചിട്ട് അവർ നഴ്സിംഗ് കോളേജ് ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കും, ഇതേപോലത്തെ കോഴ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ ഉഡായിപ്പ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും എപ്പോഴും തരിക. അതിന്റെ INC അംഗീകാരം ഒരു വർഷം നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ INC അംഗീകാരം ഉണ്ടാവും, സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് INC അംഗീകാരം പോകും. സോ നമ്മളെ പൈസയും പോവും, കോഴ്സും പോവും, അത്രയും ടൈമും വെറുതെ ആവും. സോ അത്രയും തട്ടിപ്പിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ GNM കഴിഞ്ഞിറങ്ങിയ ഒരുപാട് പേര് നിങ്ങളെ വിളിക്കാനുണ്ടാവും, ഇത് ഇങ്ങനെ ഉണ്ട്, കോഴ്സ് ഉണ്ട്, ഫീസ് നിങ്ങൾ എക്സാം എഴുതണ്ട, എക്സാം ഞങ്ങൾ എഴുതി തരും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതും പറഞ്ഞിട്ട് വരും. സോ ഓർത്ത് വെക്കുക, ഡിസ്റ്റൻ്റ് എന്നുള്ളൊരു സംഭവം പോസ്റ്റ് ബേസിക്കിലില്ല. നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. നമ്മളെ നോളജും സ്കില്ലും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് തരുന്ന സമയത്ത് നമ്മൾ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. സോ സ്വന്തം പഠിക്കുന്നതിനാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോച്ചിങ് മീൻസ് അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് നിങ്ങൾ പഠിച്ച് ഒരു 3-4 മാസം കൃത്യമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. സോ മാക്സിമം എല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്യുക. താങ്ക് യു.